السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه المجاهدين في سبيل الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ സൽക്കർമ്മ നിരതനാവുകയും തൗഹീദ് ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവൻ്റെ പരലോകത്തെ അവസ്ഥ എന്തായിരിക്കുമെന്നത് വിശദീകരിക്കുകയാണ് എൻ്റെ ധർമ്മം. ആളുകൾക്ക് വളരെ പ്രയാസമുള്ള, എക്കാലവും എല്ലാ സംഘടനകളും എല്ലാ മനുഷ്യവിഭാഗങ്ങളും ഒരിക്കലും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ് തൗഹീദ്. ജനങ്ങളോട് അത് സംസാരിച്ചാൽ ജനങ്ങൾ ക്ഷുഭിതരാകും. സൽക്കർമ്മത്തെക്കുറിച്ച് സംസാരിച്ചാൽ എല്ലാവർക്കും സന്തോഷമാവും. നല്ല പ്രസംഗമായിരുന്നു, നല്ല വിഷയം അവതരണമായിരുന്നു എന്ന് പറയും. തൗഹീദ് അങ്ങ് പറഞ്ഞാൽ തൗഹീദ് പറയുന്ന ആളുകൾ വെറുക്കും. പ്രവാചകന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലിക്കുല്ലി നബിയിൻ അദുവൻ മിനൽ മുജ്രിമീൻ. കുറ്റവാളികളിൽപ്പെട്ട ഒരുപാട് ശത്രുക്കൾ നബിമാർക്കുണ്ടായിട്ടുണ്ട്. നബിമാർ സൽക്കർമ്മ നിരതരല്ലാത്തത് കൊണ്ടല്ല, അവർ തൗഹീദുള്ളവരായതുകൊണ്ടാണ്. ലോകത്ത് ഏറ്റവും പറയാൻ പ്രയാസമുള്ള വിഷയം തൗഹീദാണ്. എന്നാൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. വല്ലദീന കഫറു അഅ്മാലഹും കസറാബിൻ ബിഖിഅ. തൗഹീദില്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങൾ പരലോകത്ത് വെറും മരീചികയാണ്. ഒന്നും ഉണ്ടാവില്ല, പരലോകത്തൊന്നും കിട്ടൂല. എന്നാൽ ഒരു തൗഹീദുള്ള വ്യക്തി, ആ വ്യക്തി സൽക്കർമ്മനിരതനായേ പറ്റൂ. സൽക്കർമ്മനിരതനല്ലാത്ത ഒരു തൗഹീദുള്ള വ്യക്തി ഉണ്ടാകാൻ പറ്റില്ല. എന്നാൽ ഒരു തൗഹീദുള്ള വ്യക്തിക്ക് സൽക്കർമ്മനിരതനാകാം. ഒരു സൽക്കർമ്മനിരതനായ വ്യക്തിക്ക് തൗഹീദുള്ളവനാകാൻ കഴിയില്ല. നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ ഒരേ പാലാന്നാണല്ലോ പറയുക. ഈ പാലം ഒരുപോലെ കടക്കൂല. തൗഹീദുള്ള ആളുകൾക്ക് സൽക്കർമ്മനിരതനാവണം. സൽക്കർമ്മനിരതനായ ആൾക്ക് തൗഹീദ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ പറയുന്നു തൗഹീദ് വേണോ വേണ്ടേന്ന്. നമുക്ക് നോക്കാം. നമ്മുടെ ലക്ഷ്യം സ്വർഗം നേടലാണ്. ലോകത്ത് തൗഹീദ് പറയുന്ന ഏക സമൂഹം മുജാഹിദുകളാണ്. മറ്റെല്ലാ സമൂഹവും തൗഹീദ് പറയാൻ വിഷമിക്കുന്നവരാണ്. ആരോട് മറ്റേത് വിഷയം സംസാരിച്ചാലും ആർക്കും പ്രയാസം ഉണ്ടാവുകയുമില്ല. തൗഹീദ് എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ താക്കോലാണ്. ആ താക്കോല് ഏതെങ്കിലും ഒരു തൗഹീദിൻ്റെ താക്കോൽ കൊണ്ട് തുറന്നാൽ സ്വർഗം തുറക്കൂല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന എന്ന് പറയാൻ കാരണം. തൗഹീദാണ് സ്വർഗത്തിൻ്റെ താക്കോൽ. ഏതെങ്കിലും താക്കോലിട്ട് തുറന്നാൽ സ്വർഗം തുറക്കൂല. തൗഹീദ് തന്നെ വേണം. ഖുർആൻ പറയുന്നു ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. വിശ്വസിക്കുക, തൗഹീദ് ഉൾക്കൊള്ളുക, എന്നിട്ട് വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മം ചെയ്യുക. ഇത് രണ്ടുണ്ടായേ പറ്റൂ.
അവർക്ക് അല്ലാഹു കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസ്ല, അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന മനോഹരമായ സൽക്കാരമാണ് ആ സ്വർഗം. നുസ്ല് ഞാനും നിങ്ങളും പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കിട്ടുന്നതല്ല. പ്രവർത്തിച്ചതിൻ്റെ ഫലമായി സ്വർഗം കിട്ടൂല. അത് അള്ളാഹുവിൻ്റെ വിരുന്ന് സൽക്കാരമാണ്, അള്ളാഹുവിൻ്റെ സമ്മാനമാണ് സ്വർഗം. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചപ്പോൾ റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങയുടെ സ്ഥിതിയും അതുതന്നെയാണോ? അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണോ അങ്ങേക്കും സ്വർഗം കിട്ടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഞാനും അതുപോലെ തന്നെയാണ്. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തി മിൻഹു ഫളൽ, പടച്ചതമ്പുരാൻ്റെ അപാരമായ കാരുണ്യവും ഔദാര്യവും എൻ്റെ മേൽ അള്ളാഹു വർഷിച്ചിട്ടില്ല എങ്കിൽ എനിക്കൊരിക്കലും സ്വർഗത്ത് കിടക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളുടെ സൽക്കർമ്മം തൗഹീദുമായിട്ട് പോയാൽ സ്വർഗം കിട്ടൂല. ആ സ്വർഗം കിട്ടണമെങ്കിൽ അള്ളാഹിൻ്റെ ഒരു വരദാനവും കൂടി തരണം, അള്ളാഹു ഒരു സമ്മാനമായി തരണം നമുക്കത്. നമ്മളുടെ ജീവിതത്തിൽ ലക്ഷ്യം സ്വർഗം നേടലാണ്. ഇവിടെ എന്ത് നേടിയിട്ടും പ്രത്യേകം കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം ഒരു കാര്യമില്ല. എന്തൊക്കെ നേടിയാലും പോകുമ്പോൾ എന്തേ കൊണ്ടുപോകും? അത് നമുക്കറിയാം അല്ലേ? പോകുമ്പോൾ ഒന്നും കൊണ്ടാൻ കഴിയില്ല. പോകുക എന്ന് പറയുന്നത് ഏത് സമയത്തും പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളൊക്കെ. അത് ചെറിയവരായിരുന്നാലും വലിയവരായിരുന്നാലും മുതിർന്നവരായാലും പ്രായമുള്ളവരായിരുന്നാലും പോയേ പറ്റൂ, സംശയമില്ല അക്കാര്യത്തിൽ. ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണെന്ത്? തർക്കം ലോകത്തില്ലാത്തൊരു വിഷയം ഒന്ന് മാത്രമേ ഉള്ളൂ, മനുഷ്യന്മാർ മരിക്കും എന്നുള്ള കാര്യത്തിൽ. ബാക്കി ഏത് വിഷയം പറഞ്ഞാലും മനുഷ്യൻ തർക്കിക്കും. മരിക്കും എന്ന് പറഞ്ഞാൽ തർക്കിക്കാൻ ആരും വരില്ല. ബാക്കി എല്ലാ വിഷയവും തർക്കിക്കും. ഭൂമി ലോകത്തുള്ള മുഴുവൻ വിഷയങ്ങളിലും മനുഷ്യൻ തർക്കിക്കും. ഇത് തർക്കിക്കൂല. തർക്കിക്കാത്തൊരു ഒറ്റ വിഷയം മരിക്കും എന്നുള്ള. പക്ഷേ എപ്പം മരിക്കും എന്നുള്ളതിൽ തർക്കമുണ്ട്. മരിക്കുമെന്നതിൽ തർക്കമില്ല, എപ്പം മരിക്കുമെന്നതിൽ തർക്കമുണ്ട്. എന്നാൽ മരിച്ചാൽ സ്വർഗമുണ്ടോ അതിലും തർക്കമുണ്ട്, നരകമുണ്ടോ അതിലും തർക്കമുണ്ട്. മനസ്സിലായേ? പലർക്കും തർക്ക, ഒരുപാട് ആളുകളാണ് തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും സൽക്കർമ്മനിരതമായി ജീവിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും. സ്വർഗം കിട്ടല ആ മനുഷ്യൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് സ്വർഗത്തിലേറാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതിന് ഒന്ന് തൗഹീദ് വേണം, വഅമിലു സാലിഹാത്തി അനുബന്ധം സൽക്കർമ്മം വേണം. റസൂലുള്ള പറയുന്നു, കാരിബു നിങ്ങൾ സൽക്കർമ്മനിരതരായി ജീവിക്കണം. റസൂലുള്ള പറയാം സൽക്കർമ്മനിരതരായി ജീവിക്കണം. വസദ്ദിദു സത്യമാർഗത്തിൽ നിങ്ങൾ ജീവിക്കണം. സൽക്കർമ്മനിരതരായി ജീവിക്കണം, സത്യമാർഗത്തിൽ ജീവിക്കണം. വഅമലു അന്നഹു ലൻ യൻജു അഹദുക്കും മിൻ ബിഅമലിഹി, സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു നിലക്കും വിജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് റസൂലുള്ള എന്നോട് ചോദിച്ചത്, അങ്ങയുടെ സ്ഥിതിയും അത് തന്നെയാണോ? റസൂലുള്ള പറഞ്ഞു, അതെ, എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വർഗത്തിലെത്താൻ ആദ്യം വേണ്ടത് ഇന്നല്ലദീന ആമനു തൗഹീദ്, രണ്ടാമത് വേണ്ടത് അമിലുസ്സാലിഹാത്ത് സൽക്കർമ്മം. തൗഹീദില്ലാതെ സൽക്കർമ്മനിരതനായി ജീവിച്ച ആളുകൾ നരകത്തിൽ പ്രവേശിക്കും. തൗഹീദില്ല, ഒരുപാട് സൽക്കർമ്മമുണ്ട്, മരിച്ചു, അയാൾ നരകത്തിൽ പ്രവേശിക്കുമോ? പ്രവേശിക്കും. ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് മിക്കവാറും ഖത്തീബന്മാർ പാരായണം ചെയ്യുന്നത് നിങ്ങൾ കേട്ടിരിക്കും. അതിൽ സൂറത്തുൽ ഗാഷിയ, അതിൻ്റെ ഭാഗം കേട്ടു നോക്കൂ. വുജൂഹു യൗമൈദിൻ ഖാഷിയ, തൗഹീദില്ലാത്ത മരിച്ച ആളുകളുടെ മുഖം പരലോകത്തെത്തുമ്പോൾ ഖാഷിയായിരിക്കും, ഭയങ്കര ഭയവിഹ്വലമായിട്ടുണ്ടാവും. സഹിക്കാൻ കഴിയാത്ത പ്രയാസം ആ മുഖത്തുണ്ടാവും. ആ മുഖത്ത് ഇത്രയും പ്രയാസം വരാൻ കാരണം പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, ആമിലത്തുൻ, അവർ ഒരുപാട് സൽക്കർമ്മനിരതമാണ്. പക്ഷേ ഒന്നും നാസിബത്തുൻ, കംപ്ലീറ്റ് ഒന്ന് പോലും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. കാരണം തൗഹീദില്ല. തൗഹീദില്ലാത്ത ആളുകളുടെ സൽക്കർമ്മം, ഇവിടുത്തെ കയ്യടി, ഇവിടുത്തെ ആളുകളുടെ പ്രശംസ, ഇവിടുത്തെ ജനങ്ങളുടെ മഹനീയത, ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ സർക്കാർ വരെ കൊടുത്തെന്ന് വരും. പക്ഷെ അള്ളാഹു കൊടുക്കൂല. ഹലോ, സർക്കാർ പലപ്പോഴും എന്താറുണ്ട്, സൽക്കർമ്മനിരതമായി ജീവിച്ച ആളുകൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്, അല്ലേ? അവാർഡുകൾ നൽകി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷെ അള്ളാഹ് അവൻ്റെ പ്രവർത്തനം പാഴായ പ്രവർത്തനം എന്നാ, ആമിലത്തുൻ നാസിബ എന്നാണ് പറഞ്ഞത്.
ഓൻ്റെ പ്രവർത്തനമൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് കബൂലായില്ല. അള്ളാഹിൻ്റെ അടുത്ത് കബൂലാവണമെങ്കിൽ തൗഹീദ് വേണം. തൗഹീദ് ഇല്ലാണ്ട് ഒരിക്കലും സൽക്കർമ്മനിരതനായി ജീവിച്ചിട്ടൊരു കാര്യമില്ല. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ ഹജ്ജിന് പോവും, നോമ്പ് നോൽക്കും, സക്കാത്ത് കൊടുക്കും, നമസ്കാരം കൃത്യമാണ്, തഹജ്ജുദുണ്ട്, ഒക്കെ ഉണ്ട്, തൗഹീദില്ല. സ്ഥിതി എന്താ? അയാൾക്ക് ദീനുണ്ടെന്നാണോ നിങ്ങൾ പറയേണ്ടത്? അയാൾ ദീനുള്ള മനുഷ്യനാണെന്നാണോ പറയേണ്ടത്? ആളുകളിപ്പോൾ സാധാരണ അയാൾക്ക് ദീനുണ്ടോ എന്ന് പരിശോധിക്കേണ്ട, തൗഹീദ് ഉണ്ടോയെന്നാണോ പരിശോധിക്കൽ, അതോ നിസ്കരിക്കലുണ്ടോന്നോ? ഏതാ? ആൾ നിസ്കരിക്കലുണ്ട്, 3 ഹജ്ജിന് പോയി, 2 ഉംറ കഴിഞ്ഞ്, ഏകദേശം അയാൾക്ക് ചെയ്യാവുന്ന അത്ര അയാൾ ഇബാദത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അയാളെ കയ്യിൽ എന്തില്ല? തൗഹീദില്ല. അയാൾ ഹജ്ജിന് പോകുമ്പോൾ അജ്മീർ കൂടെ പോയി, ഹജ്ജ് കഴിഞ്ഞ് നാഗൂർ കൂടെ വന്നതാണ്. അപ്പോൾ അയാളെ ഹജ്ജ് മുക്കാലിന് ഗതിയില്ലാത്ത ആമിലത്തുന്നാസിബ, അല്ല സ്വീകരിക്കാത്ത പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് അയാൾ ഈ അവസ്ഥയിലെത്തിയത്. എന്നിട്ടല്ല പറയുന്നു തസ്ലാനാറൻ ഹാമിയ, ആ മനുഷ്യൻ നരകത്തിൽ, ചുട്ടുപഴുത്ത നരകത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവേശനം. അയാളുടെ പ്രവർത്തനങ്ങൾ അല്ല സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുത്തതല്ല. അദ്ദേഹം പണിയെടുത്തത് പടച്ച തമ്പുരാൻ്റെ ഏകത്വത്തിന് വേണ്ടിയല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുകയാണ്. ആ പോരാടുമ്പോൾ അയാൾക്കൊരല്പം റിയാ ഉണ്ട്. റിയാ ഉള്ള ഒരു മനുഷ്യൻ്റെ പോരാട്ടത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങയുടെ അഭിപ്രായം എന്താണ്? റസൂലുള്ള പറഞ്ഞു, ഫഹുവ ഫിന്നാർ, നരകത്തിലാണ്. ഒരു റിയാ ഉണ്ടായാൽ മതി, പോരാട്ടം അള്ളാൻ്റെ മാർഗത്തിലാണ്. അത് ഞമ്മക്കുള്ള ആൾക്കാർക്കാണ് വരിക, എൻ്റെ പോലെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക്. പ്രവർത്തനം ഇങ്ങനെ ഉഷാറായിട്ട് അള്ളാൻ്റെ മാർഗത്തിൽ നടക്കുമ്പോൾ അതിനകത്ത് ഒരു റിയാ, തൗഹീദൊക്കെ തന്നെയാണ്, പക്ഷേ അതിനകത്ത് എൻ്റെ വലുപ്പം, എൻ്റെ സ്ഥാനം അതുറപ്പിക്കാനുള്ള തൗഹീദി പ്രവർത്തനം കിട്ടൂല. ഓനും നരകത്തിലാണ്. അപ്പം നമ്മളെ ചീട്ടും കീറി. മനസ്സിലായില്ല? കുറേ ആളുകൾ പല ഭാഗത്തൂടെയും പ്രവർത്തിക്കുന്നുണ്ട്. മൻ ഖാത്തല കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, പടച്ച തമ്പുരാൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വേണ്ടിയുള്ള അധ്വാനം, ഫഹുവ ഫീ സബീൽ, അതാണ് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളത്. അതിൻ്റെ വലിപ്പത്തിനല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൽക്കർമ്മ നിരതരാകണം. മനസ്സിലായി? സൽക്കർമ്മ നിരതരാവണം എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കണം. അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള യാത്രക്ക് അൽ ഇസ്തിഅദാദു ബിൽ തൻസീൽ, അള്ളാഹുവിലേക്കുള്ള ഇറക്കത്തിനുള്ള പ്രവർത്തനമായിരിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മയ്യത്ത് പടിയിറങ്ങുന്നതിനുള്ള പ്രവർത്തനമായിരിക്കണം. എങ്കിലേ എനിക്കത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാവുള്ളൂ. അത് എന്ത് പ്രവർത്തനമായാലും മല്ല, നിങ്ങൾ എന്തിൻ്റെ പ്രസിഡൻ്റ് ആയാലും മല്ല, എന്തിൻ്റെ സെക്രട്ടറി ആയാലും മല്ല, ആ സെക്രട്ടറി ആയത് അൽ ഇസ്തിഅദാദു ബിൽ തൻസീൽ, വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന മയ്യത്തിന് ഗുണകരമാകും വിധമുള്ള പ്രവർത്തനമായിരിക്കണം. എങ്കിലേ തൗഹീദാവുള്ളൂ. അപ്പം തൗഹീദ് പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രം ഒരാൾ അങ്ങ് ഉൾക്കൊണ്ടു, അയാൾ ശരിക്ക് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ അവകാശിയല്ല. അയാൾ മൗലൂദ് നടത്തില്ല, റാത്തീബ് നടത്തില്ല, ഉറുക്ക് കെട്ടലില്ല, പിന്നെ മന്ത്രിക്കാറില്ല, മന്ത്രിച്ചൂതി കെട്ടലില്ല, തകിട് കെട്ടലില്ല, ജാർത്ത് പോക്കില്ല, നീർച്ച അള്ളാഹു അല്ലാത്തവർക്ക് നടത്താറില്ല, അതൊന്നും അയാൾ ചെയ്യാറില്ല. അയാൾ നിസ്കരിക്കലുമില്ല. അയാൾ മുജാഹിദാണ്? അയാൾ തൗഹീദുള്ള ആളാണോ? അല്ല. അയാൾ അള്ളാഹിനെ ഉൾക്കൊണ്ടില്ല. അയാൾക്ക് ഇത് തരക്കടില്ല എന്ന് തോന്നാൻ കാരണം വേണ്ട അന്ധവിശ്വാസവും അനാചാരവും ഒന്നുമില്ല. അതെ, അതൊന്നും എൻ്റെ അടുത്ത് നടക്കൂല. പിന്നെ എൻ്റെ അടുത്ത് എന്ത് നടക്കൂല? സൽക്കർമ്മമില്ല. അപ്പം അതുകൊണ്ട് തൗഹീദിൻ്റെ ആ സാധനം കിട്ടും. അതാണല്ലോ പറഞ്ഞത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ സൽക്കാരം അവർക്കുള്ളതാണ്. ഏത് സൂറ വേണേ ഓദിക്കോ, ചെറിയ നിങ്ങൾ ഓതാറില്ലേ? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അല്ലേ? മുറിഞ്ഞു പോകാത്ത സ്വർഗത്തോപ്പ് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം തൗഹീദിനോടൊപ്പം എന്തും കൂടി വേണം? സൽക്കർമ്മ നിരതവുമായിരിക്കണം. വെറും സൽക്കർമ്മ നിരതം മാത്രമായാലോ സ്വർഗത്ത് കയറാനും കഴിയില്ല, അല്ലേ? അപ്പോൾ 2 സാധനം വേണം സ്വർഗത്ത് കയറണമെങ്കിൽ. ഒന്ന് ഈമാനുണ്ടാവണം, ആമിലു സാലിഹാത്തും ഉണ്ടാവണം. ഇതില്ലാതെ മരിച്ചു പിരിഞ്ഞാൽ എന്തായിരിക്കും? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. നരകത്തിൽ പ്രവേശിച്ചാലോ
ഒരുപാട് സൽക്കർമ്മയിട്ടാണ് പോയത് മൂപ്പര്. പക്ഷെ അവിടെ ചെന്ന് നോപ്പം നരകത്തിലാണ്. നരകത്തിലെന്താ സ്ഥിതി? തുസ്കാമിൻ ഐരിന്നാനിയ, തിളച്ച് മറയുന്ന ചലം അള്ളാഹു അവനെ കൊണ്ട് അവിടെ കുടിപ്പിക്കാൻ തുടങ്ങും. ദാഹിച്ച് വിവശനായി റബ്ബിൻ്റെ നോട് കേണപേക്ഷിക്കുമ്പോൾ നരകത്തിൽ നിന്ന് അള്ളാഹു അവന് കൊടുക്കുന്ന വെള്ളം അതാണ് ഖുർആൻ ഇല്ലാ ഹമീമം വഗസാഖ. ഹമീം അതാണ് തിളച്ച് മറയുന്ന ചലം. വഗസാഖ അതേ ചലം തന്നെ അതിശക്തമായി തണുപ്പിച്ചതും ഉണ്ടാവും. ചലം തണുപ്പിച്ചതും ചലം ചൂടാക്കിയതും. ഇത് പോകുന്നതിന് മുമ്പ് ആലോചിച്ച് അവനവൻ്റെ പരലോകത്തെ കണക്ക് പുസ്തകം ക്ലിയറാക്കുക. ഇവിടുത്തെ കണക്ക് പുസ്തകമൊക്കെ ഇപ്പോൾ ഏകദേശം ക്ലിയറാണ് അല്ലേ? പരലോകത്തെ കണക്ക് പുസ്തകം ക്ലിയറാണോ എന്ന് പരിശോധിച്ചിട്ട് മരിക്കാൻ വേണ്ടി തയ്യാറാകുക. അല്ലാതെ മരിച്ചാൽ ഈ അവസ്ഥയിൽ ഞാനും നിങ്ങളെത്തും. അള്ളാഹു അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന ചലമാണെങ്കിൽ തിന്നാനോ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ലരീ, മൃഗങ്ങൾ പോലും തിന്നാതെ ഒഴിച്ചു വിടുന്ന മുള്ളുകൾ നിറഞ്ഞ ലരിയ എന്ന് പറയുന്ന വൃക്ഷം, അതിൻ്റെ ഇലകളാണ് തിന്നാൻ കൊടുക്കുക. അതിങ്ങനെ കൊടുക്കുമ്പോൾ അണ്ണാക്കിലേക്ക് നമ്മൾ ഇറക്കാൻ ശ്രമിക്കും. യതജറഹു, നമ്മൾ ഇറക്കാൻ ശ്രമിക്കും. അപ്പം അന്നനാളങ്ങൾ കീറി മുറിയും. എന്നിട്ട് തണുത്ത ചലം, ചൂടുള്ള ചലം അത് കുടിക്കാൻ കിട്ടും. എന്തേ കാരണം? തൗഹീദ് പോയി. സൽക്കർമ്മനിരതനായി മാത്രം, ഇത് ഞാൻ അവരെ പറ്റി മാത്രം അപ്പം പറഞ്ഞ്, സൽക്കർമ്മനിരതനായി ജീവിച്ചു, പക്ഷേ തൗഹീദില്ല. തൗഹീദില്ലാത്തവൻ്റെ സൽക്കർമ്മങ്ങൾ നമ്മളെ വിഷയം. അങ്ങനെ തൗഹീദില്ലാത്തവൻ്റെ സൽക്കർമ്മമാണ് അവൻ ചെയ്തതൊക്കെ. ജനങ്ങളുടെ ഇടയിലും അവൻ്റെ ഭാഷയിലും നാട്ടുകാരുടെ ഭാഷയിലും നല്ല മനുഷ്യനാട്ടോ അയാൾ. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പറയില്ലേ? പറയും. നല്ല കാര്യങ്ങളായ പോരാ, ആ നല്ല കാര്യം റബ്ബിൻ്റെ അടുത്ത് സ്വീകരിക്കണം. അപ്പം അള്ളാഹു പറയുന്നു അവർക്ക് ലരിയല്ലാതെ ഭക്ഷണമില്ല. അപ്പം കുടിക്കാൻ ചലം, തിന്നാൻ ലരിയ അല്ലേ? ലാ യുസ്മിനു വലാ യുഗ്നി മിൻജു, അതുകൊണ്ട് അത് കഴിച്ചാൽ ശരീരത്തിന് യാതൊരു ഗുണവുമില്ല. വിശപ്പടങ്ങോ ഇല്ല, ദാഹം തീരോ ഇല്ല, ഇത് രണ്ടുമില്ലാത്ത അവസ്ഥ. എന്നിട്ട് പറഞ്ഞു അവർ അവിടെ ലാ യമൂത്തു, മരിക്കൂല്ല, വലാ യഹിയ, ജീവിക്കൂല്ല. ഈ വിധം അവിടെ കിടക്കും നരകത്തിൻ്റെ തീജ്വാലയിൽ തന്നെ. അപ്പോൾ സൽക്കർമ്മനിരതനാകുന്ന കൂട്ടത്തിൽ ഏകനായ റബ്ബിനെ സംബന്ധിച്ചുള്ള ബോധം, എൻ്റെ റബ്ബ് അറിയും, കേൾക്കും, മനസ്സിലാക്കും, അവൻ രേഖപ്പെടുത്തും, അവൻ്റെ കോടതിയിൽ ഞാൻ വരുമ്പോൾ ഇതെല്ലാം എൻ്റെ ലെഡ്ജറിലുണ്ടാവും. ഖുർആൻ പറഞ്ഞില്ലേ സൂറത്ത് യാസീനിൽ, ഇന്നാ നഹ്നു നുഹീൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും, നാമാണ് മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും ഒക്കെ നമ്മളാണ്. ഇന്നാ നഹ്നു നുഹീൽ മൗത, മരിച്ചവരെ നാം ജീവിപ്പിക്കും. ജീവിപ്പിക്കുമ്പോഴോ നക്തുബു മാ ഖദ്ദമു, അവരെന്തെല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് ചെയ്തുവോ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആസാറഹും, അവരിവിടെ സൽക്കർമ്മമായി മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടേച്ച് പോയ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സൽക്കർമ്മം നമ്മളൊരാൾക്ക് കാണിച്ചു കൊടുത്തു. ചെറിയ ഉദാഹരണം പറയാം, ഒറ്റ ഉദാഹരണം. ഇപ്പോൾ ഈ ലോകത്ത് ആളുകൾ മുഴുവനും വലിയ വലിയ അപകടത്തിലാണ് അല്ലേ? എന്തൊക്കെയാണ് ആളുകൾ പറയും, മാലിന്യം നിറഞ്ഞിരിക്കുകയാണ് നാട് മുഴുവൻ അല്ലേ? ഡെങ്കിപ്പനി ഉണ്ടായിരിക്കുകയാണ്, പേപ്പട്ടി വിഷവാല. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി കാരണം എന്താ പറയുക? എന്താ കാരണം? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിൻ്റെ മൂന്നിൻ്റെയും കാരണം എന്താ? ഒറ്റ കാരണമാണ് മുസ്ലിങ്ങളുടെ വിവാഹം. അതിൻ്റെ വേസ്റ്റായി കാരണം മുഴുവൻ. അതിനാണ് ഈ പേപ്പട്ടി ഉണ്ടായത്, അതിനാണ് ഈ എലി ഉണ്ടായത്, അതിനാണ് ഈ മാലിന്യം ഉണ്ടായത്. ടണ്ണ് കണക്കിന് ഭാരങ്ങൾ, സാധനങ്ങൾ, പൊരിച്ചതും കരിച്ചതും കറിവെച്ചതും ബിരിയാണിൻ്റെ വേസ്റ്റും എല്ലാം കൂടി കൊണ്ടുപോയി ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോയി തട്ടുകയാണ്. പിന്നെ അവിടെ നായി അല്ലാണ്ട് നിങ്ങൾ വരുമോ? അവിടെ നിന്നിട്ട് കടിപിടി കൂടി പേപ്പട്ടി ഉണ്ടാകുകയാണ്. അവിടുന്ന് തന്നെ അതിങ്ങനെ മഴ കൊണ്ട് ചീഞ്ഞളിഞ്ഞ് അവസാനമായി എലി വരികയാണ്. എന്നിട്ട് അത് ചീഞ്ഞൊളിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓരോന്ന് പൊലിച്ചിറങ്ങി പുഴും അതും ഇതൊക്കെ വരുമ്പോൾ ചാനലുകാർ പോയിട്ട് എടുക്കും. മാപ്പിളാർ 2 കൊല്ലം കേരളത്തിൽ വിവാഹം അള്ളി റസൂലും പറഞ്ഞതുപോലെ നടത്തിയാൽ 2 കൊല്ലം കൊണ്ട് കേരളം മാലിന്യത്തിന് രക്ഷപ്പെടും. മാപ്പിളാർ മാത്രം ചെയ്താൽ മതി, വേറെ ആരും വേണ്ട.
നമ്മളെ ദുഷ്കർമ്മം കണ്ടിട്ട് ഐറ്റിങ്ങളും ഇപ്പോൾ ഇലയെ ചോറയിക്കുന്നത് നിർത്തി, ഓലും ബിരിയാണി ആക്കി. ഓലും ബിരിയാണി കോയിനെ കൊണ്ട് ഈ ഭാഗത്ത് കഴിക്കുന്ന പണിയെടുപ്പിക്കാൻ തുടങ്ങി. അത് കോയിനെ കൊണ്ട് കണക്കൂട്ടുക, കോയിനെ കൊണ്ട് ഈ ഭാഗത്ത് എടുപ്പിക്കുക, അങ്ങനെയുള്ള ഇപ്പോൾ കോയിൻ്റെ പേരൊക്കെ ചിക്കൻ 65 അപ്പോൾ കണക്കായി. പിന്നെ തവാഫ് കോയി അപ്പോൾ ഈ ഭാഗത്തുമായി. അല്ലേ? ഒരു സൽക്കർമ്മം ചെയ്യാൻ ഈ ക്ലാസ് കേട്ട ഒരാൾ തയ്യാറായാൽ ഈ ക്ലാസ് കൊണ്ടുള്ള ഗുണം എന്താ ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സൽക്കർമ്മനിരതമായി ജീവിക്കാൻ ശ്രമിക്കുക. വളരെ പ്രയാസമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ്. എന്നാൽ ഇനി നമ്മൾ തൗഹീദ് ഉണ്ടായി, തൗഹീദ് ഇല്ലാത്തവൻ്റെ സ്ഥിതി നമ്മൾ കണ്ടു. ഇനി തൗഹീദ് ഉള്ളതുകൊണ്ട് ഓൻ മരിച്ചു, ഓൻ്റെ അടുത്ത് കുറച്ചൊക്കെ സൽക്കർമ്മമുണ്ട്. പൂർണ്ണമായും സൽക്കർമ്മമുള്ള ഇപ്പം ഇവിടുന്ന് മരിക്കൂല. അടുത്തൊന്നും മരിക്കാൻ യാതൊരു ബയ്യും ഞാൻ നോക്കിയിട്ട് കാണില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? സമ്പൂർണമായും തൗഹീദുള്ള, സമ്പൂർണമായും സൽക്കർമ്മനിരതനായ, അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ ഇവിടെ അടുത്ത കാലത്തൊന്നും മരിക്കൂല. പല അപാകതകളും ന്യൂനതകളൊക്കെ അങ്ങനെ നോക്കിയാൽ ഉണ്ടാവില്ലേ? നമ്മൾ ടെലസ്കോപ്പ് വെച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഗ്ലാസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആരുടെയും കുറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ അല്ല, സാധാരണഗതിയിൽ പ്രയാസമാണ്. എന്നാൽ തൗഹീദുണ്ട്, പരമാവധി ഇഖ്ലാസുള്ള സൽക്കർമ്മങ്ങൾ കയ്യിലുണ്ട്. ഇഖ്ലാസുള്ള, അതായത് പ്രത്യേകം പറയുന്നത്, നിസ്കാരം ഉണ്ടായാൽ പോരാ, ഇഖ്ലാസ് വേണം. ഹജ്ജുണ്ടായാൽ പോരാ, ഇഖ്ലാസ് വേണം. ഉംറ നിർവഹിച്ചാൽ പോരാ, ഇഖ്ലാസ് വേണം. നിഷ്കളങ്കമായി റബ്ബിന് വേണ്ടി മാത്രം, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത സദക്കകൾ ഉണ്ടാവണം. അങ്ങനെ കുറച്ചൊക്കെ കയ്യിലുണ്ട്. എന്നാലോ അള്ളാഹ് പറയാ, വുജൂഹു യൗമൈദിൻ നാഇമ, പരലോകത്ത് അവരെത്തുമ്പോൾ അവരുടെ മുഖം വളരെ പ്രസന്നമാണ്. സ്വർഗത്തിൽ ഒരു ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പോകാൻ നിൽക്കുക, നല്ല സന്തോഷത്തിലാണ്. നായിമ അവരുടെ മുഖം. എന്താ കാരണം പറഞ്ഞ, സഈഹ, അവരുടെ ദുനിയാവിലുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും തൗഹീദ് ഉണ്ടായതുകൊണ്ട് റാലിയത്തുൻ, അള്ളാഹ് തൃപ്തിപ്പെട്ടതാണ്. തൗഹീദ് ഉണ്ടായതുകൊണ്ട് അള്ളാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു അവൻ്റെ സൽക്കർമ്മമൊക്കെ. ലിസൈഹ റാലിയ, അവൻ ഫീ ജന്നത്തിൻ ആലിയ, സ്വർഗത്തോപ്പിലുമാണ്. അപ്പോൾ അവരാണ് സ്വർഗത്തോപ്പിലേക്ക് പോകുന്നത്. തൗഹീദില്ലാത്ത ഒരാൾക്ക് സൽക്കർമ്മനിരതമായി ജീവിച്ചതുകൊണ്ട് ഒരു കാര്യം കിട്ടില്ല. റസൂൽ ഒരൊറ്റ സഹാബിയെ വിളിച്ച് പറഞ്ഞ ഒരു ഉപദേശം കേട്ടുള്ളൂ, ഒരൊറ്റ ഉപദേശം. മുആദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി അഖദ ബിയദിഹി, കൈ ഇങ്ങോട്ട് കൊടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യാ മുആദ്, മുആദേ, ഊസിയക്ക, ഞാൻ നിനക്ക് ചില വസിയത്ത് തരാം. അതിൽ ഒന്നാമത്തെ വസിയത്ത്, ലാ തദഅന ഫീ ദുബരി കുല്ലി സലാത്തിൻ, നമസ്കാരത്തിൻ്റെ പിറകെ നീ റബ്ബിനോട് പ്രാർത്ഥിക്കാതിരിക്കരുത്, വിട്ടുകയേ അരുത്. മരണം വരെ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോണ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കേട്ടോളി. മുആദ് റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ച് വസിയത്ത് ചെയ്ത പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, പടച്ചോനെ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിന്നെ ഓർത്ത് നിൻ്റെ സ്മരണയിൽ ജീവിക്കാൻ അല്ലാഹുവേ നീ എന്നെ അനുഗ്രഹിക്കണേ. അഇന്നി, എന്നെ സഹായിക്കണേന്നാ. അലാ ദിക്രിക വശുക്രിക, നിനക്ക് നന്ദി കാണിച്ചുകൊണ്ട് നീ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് ധിക്കാരം കാണിക്കാതെ അങ്ങേയറ്റത്തെ നന്ദിപൂർവ്വം ജീവിക്കുന്ന ഒരു ദാസനാകാൻ പടച്ചവനെ നീ എന്നെ അനുഗ്രഹിക്കണേ. വഹുസ്നി ഇബാദത്തിക, നല്ല ആത്മാർത്ഥതയോടുകൂടി നിഷ്കളങ്കമായി നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ തമ്പുരാനെ എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കഥ പറയാനുണ്ടോ? അങ്ങനെ സഹാബത്തിൻ്റെ കൈപിടിച്ച റസൂൽ വസിയത്ത് ചെയ്തത്, അത് മറക്കരുത്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി, ഒന്ന് പറഞ്ഞാട്ടെ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക. മറക്കണ്ട, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക, മറക്കരുത്. സദാസമയവും പ്രാർത്ഥിക്കുക. സൽക്കർമ്മനിരതമായി ജീവിക്കുകയും പ്രാർത്ഥനയിൽ ജീവിക്കുകയും തൗഹീദ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്താൽ നമ്മളുടെ ജീവിതം സംശുദ്ധമാകും,
നമ്മളുടെ നാവ് സംശുദ്ധമാകും, നമ്മുടെ മനസ്സ് സംശുദ്ധമാകും, നമ്മുടെ ചിന്ത സംശുദ്ധമാകും, നമ്മൾ നല്ലവരിൽ ഉൾപ്പെടും, നല്ലവരിൽ ഉൾപ്പെട്ടുകൊണ്ട് മരിക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ തവഫനി മുസ്ലിമായി മരിപ്പിക്കണേ പടച്ചോനെ, എന്താ വാൽഹിഖ്നി ബിസ്വാലിഹീൻ, സൽക്കർമ്മ നിരതരിൽ ഉൾപ്പെടുത്തണേ നാഥ. അപ്പോൾ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ കാണാൻ കഴിയും. ഇനി സൽക്കർമ്മം, തൗഹീദുള്ള ഒരാൾക്ക് സൽക്കർമ്മം ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്, അല്ലേ ഉണ്ട്. എന്തൊക്കെ? റസൂല പറഞ്ഞു, യുസ്ബിഹു അലാകുല്ലി സുലാമ മിൻ അഹദിക്കും സദഖ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ സന്ധികൾക്കും ഓരോ അവയവങ്ങൾക്കും ദാനധർമ്മങ്ങൾ സൽക്കർമ്മനിരതമായി ജീവിക്കാൻ കഴിയും. അതിൽ ഒന്ന്, നിങ്ങൾക്കൊരു സ്വാധീനമുണ്ട് ഒരാളടുത്ത്. സ്വാധീനമുള്ളൊരു വ്യക്തി ഒരു പാവപ്പെട്ടവൻ്റെ വിഷയം ഒരു ഫോൺ ചെയ്തു പറഞ്ഞു, അയാൾക്ക് ആ സഹായം ചെയ്തു കൊടുക്കണം. സൽക്കർമ്മയില്ലേ? ഒരു ഫോണല്ലേ ചെയ്തിട്ടുള്ളൂ. നമ്മളെ സ്വാധീനത്തിൻ്റെ വലുപ്പം ഉപയോഗിച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളെപ്പോഴും എടുത്തേക്ക് ഞാൻ വിളിച്ച് പറയില്ല, ഞാൻ അങ്ങനത്തെ ഒന്നും ഞാൻ വിളിച്ച് പറയാറില്ല, പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയാൻ കഴിയില്ല. എന്താ കാരണം അറിയാം, നമുക്ക് എന്തേ ആവശ്യം വരുമ്പോൾ വിളിച്ച് പറയാൻ കഴിയില്ല. കണ്ടങ്ങൾ ഒരു ഫോണുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സൽക്കർമ്മം പോലും ചെയ്യാത്ത ഇവനെന്ത് മാപ്പിളയാണ്, ഇവനെന്ത് മുസ്ലിമാണ്? മനസ്സിലായോ? ഒരു സാധാരണഗതിയിൽ ഒരാൾക്ക് ഒരു സ്വാധീനമുണ്ട് നാട്ടിൽ, നിങ്ങൾ പറഞ്ഞാൽ നടക്കൂ, ഒന്ന് പറഞ്ഞാൽ, ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു ജോലി ഇട്ടു, അല്ലേ? അങ്ങനെ പറഞ്ഞൂടെ? പറയില്ല. ഇനി നമ്മളുടെ ആരോഗ്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? സൽക്കർമ്മം ചെയ്തുകൂടെ? ചെയ്യുക, അല്ലേ? ഒരു പാവപ്പെട്ട മനുഷ്യന് നടക്കാൻ കഴിയാത്തൊരു വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്തു? വഴി കാണിച്ചു കൊടുത്തു. നിങ്ങൾ എടുത്തുകൊണ്ട് ഹിദായത്തു തരീഖി സദഖ, നിങ്ങൾ വഴി കാണിച്ചു കൊടുത്തു, സദഖ കിട്ടി, അല്ലേ? ഒരു മനുഷ്യൻ വികലാംഗനാണ്, തൗവൈനാണ്, വികലാംഗനാണ്, അയാളെ സഹായിച്ചു ശക്തി കൊണ്ട്, സൽക്കർമ്മം ചെയ്തില്ലേ? ഈ സൽക്കർമ്മ നിരതനാവുക എന്ന് പറയുമ്പോഴേക്കും പൈസ വേണ്ടെന്ന് ചിന്തിക്കണ്ട കേട്ടോ. ഒരു ഫോൺ കൊണ്ട് കഴിയും കേട്ടോ, ഒരു സ്വാധീനം കൊണ്ട് കഴിയും നമുക്ക് സൽക്കർമ്മം ചെയ്യാൻ, മനസ്സിലായോ? അതുപോലെ നമ്മളുടെ ഫോണ് മാത്രമല്ല, നമ്മളുടെ എല്ലാ അവയവങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പം നിഷ്കളങ്കമായ ഒരു നിസ്വാർത്ഥവുമായ നിലക്കായിരിക്കണം സൽക്കർമ്മം ചെയ്യുന്നത്. സൽക്കർമ്മം ചെയ്യുന്ന ആൾ സാധാരണ ഈ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായതിന് ശേഷമല്ല സൽക്കർമ്മാവുക, അത് സൽക്കർമ്മാവില്ല. അപ്പം നിങ്ങളെ വീട്ടിൽ കുറേ സാധനം ബാക്കിയായപ്പം ഇവിടെ ഇടങ്ങറായിരിക്കുന്നു, കുറച്ച് ആർക്കെങ്കിലും കൊടുത്ത് തീർത്താളി, അത് സൽക്കർമ്മാവുമോ? അത് നിങ്ങൾക്കുള്ള ഗുണത്തിന് വേണ്ടി കൊടുത്തതാണ്. നിങ്ങളെ പുരയിൽ കെട്ടി കിടന്നിട്ട് എല്ലാം കൂടി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി അവിടെ കുറച്ചാണ്ട് കൊടുത്തേക്കാം, ആർക്കെങ്കിലും കൊടുത്താളി, അല്ലേ? കുറേ കസേലുണ്ട് കേട് വന്ന് എടുക്കണം. അപ്പോൾ ഇത് ഇവിടുന്ന് മുകളിൽ ഒന്ന് വൃത്തിയാക്കണം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ആ കസേരയൊക്കെ വേറെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് സാധനം ഞാൻ തരാം, വണ്ടി കൂലിച്ച് എടുത്തോന്ന്. മൂപ്പർക്ക് ഇവിടുന്ന് ഏതായാലും ഇത് പോകണം, ഇവിടുന്ന് ഇറക്കി കിട്ടണം, അവിടെ ഇറക്കലും തന്നെ കുറച്ച് പണിയുണ്ട്. അത് ഈ സാധുവിന് കൊടുത്താൽ ഇറക്കലുമായി, ഇവിടുന്ന് കൊണ്ടുപോകലുമായി. ഇതിലിപ്പോൾ ആർക്കാ ലാഭം? അപ്പം അങ്ങനെയുണ്ട് ചില ഉളവന്മാർ, ഓലൊക്കെ സൽക്കർമ്മം ചെയ്യുന്നവരാണെന്നാണ് പറയുക നാട്ടുകാരൊക്കെ. എന്താണ് കൊടുത്തീന്ന്? ഞാൻ അങ്ങനെ അല്ലാത്ത ഒരു അവസ്ഥയിൽ സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്ത്? വിശന്ന് പൊരിഞ്ഞ് അങ്ങേയറ്റത്തെ ദാഹിച്ച് വിവശനായി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുന്നു. അദ്ദേഹം ചെയ്യുന്ന സൽക്കർമ്മം, വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, വളരെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് തൗഹീദ് ഉണ്ടായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന സൽക്കർമ്മ നിരതമായ ജീവിതം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തിയെ നിങ്ങൾക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ പരാക്രമിയായ ഒരു രാജാവിൻ്റെ കീഴിൽ ജീവിച്ച് അതിനിടയിൽ ഒരു തെറ്റ് പറ്റി ആ തെറ്റിൻ്റെ ഫലമായി നാട് വിട്ടോടുന്ന വ്യക്തി ആരാന്ന് മനസ്സിലായി അല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഖുർആൻ എന്താ പറയുന്നത്? വജാ റജുലുൻ മിൻ അക്സൽ മദീനത്തി യസ്ആ ഖാല യാ മൂസാ ഇന്നൽ മലാത്ത് തമിറു ബിക ലിയഖ്തുലൂക. മൂസാ നബിയുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയപ്പോൾ മൂസാ നബിയെ കൊല്ലാൻ വേണ്ടി ഫറോവ ആളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വിവരം പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ളൊരു വ്യക്തി വന്നിട്ട് പറയാണ്, വജാ റജുലുൻ മിൻ അക്സൽ മദീന, പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് ഒരാൾ യസ്ആ കിതച്ച് കൊണ്ട്
മൂസ നബിയുടെ അടുത്ത് വന്നു. കാല എന്നിട്ട് പറഞ്ഞു, യാ മൂസ, മൂസേ, ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂനക, താങ്കളെ കൊല്ലാൻ വേണ്ടി അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ, നീ ഇവിടുന്ന് പുറത്തേക്ക് പോകണം, നാട് വിട്ടു പോകണം, ഞാൻ നിനക്കൊരു ഗുണകാംക്ഷിയാണ്. യാത്രയുടെ രൂപം മനസ്സിലായി. ഇപ്പം പോകുന്ന യാത്രയുടെ ഒരു രൂപം മനസ്സിലായി. ഒരപകടത്തിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരാളുടെ ഉപദേശം കേട്ടിട്ട് ഓടിപ്പോവുകയാണ്. ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബു ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭയപ്പെട്ടുകൊണ്ട്, അപ്പോഴും അപകടം പറ്റാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ആ അക്രമികളായ സമൂഹത്തിൽ നിന്ന് അള്ളാഹിനോട് രക്ഷ തേടിക്കൊണ്ട് പുറപ്പെട്ടു. വലമ്മാ തവജ്ജഹ തിൽഖാ മദിയൻ എന്ന പ്രദേശത്തെത്തിയപ്പോൾ ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാ അസ്സബീൽ, മൂസ നബി പറഞ്ഞു, എനിക്ക് അല്ലാഹു ഒരു വഴി കാണിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മരത്തണലിൽ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് വലമ്മാ വറദ മാ മദിയന വജദ അലൈഹി ഉമ്മത്തം മിനന്നാസി യസ്ഖൂന വജദ മിൻ ദൂനിഹിം ഇംറയതൈനി തദൂദാൻ. അവിടെ മദിയൻ എന്ന പ്രദേശത്തെത്തിയപ്പോൾ ഒരു വെള്ളത്തടാകത്തിൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വെള്ളമെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വജദ മിൻ ദൂനിഹിം ഇംറയതൈനി തദൂദാനി, 2 പെണ്ണുങ്ങൾക്ക് വെള്ളം കിട്ടാതെ തടയപ്പെട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് മൂസ നബി ഈ രംഗത്ത് കാണുന്നത്. വിശക്കുന്നുണ്ട്, മറ്റൊരാളുടെ അപകടത്തിൽ നിന്ന് ഓടി മദിയൻ എന്ന പ്രദേശത്തെത്തിയതാണ്. തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു രംഗം കണ്ടെത്തുന്നത് വരെ വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദുരവസ്ഥ കാണുന്നു. വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ഒന്നുമില്ല കയ്യിൽ, ഉടുത്ത തുണിയല്ലാണ്ട് വേറൊന്നുമില്ല. 2 പെണ്ണുങ്ങൾ കഷ്ടപ്പെടുന്നത് മൂസാ നബി കാണുന്നു. കാല മാ ഖത്തുബുക്കുമാ, അവരോട് ചോദിച്ചു മൂസാ നബി, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ കാലത്താ അവർ 2 പേരും പറഞ്ഞു, ആ 2 പെൺകുട്ടികളും പറഞ്ഞു, ലാ തസ്കി ഹത്താ യുസ്ദിറ റിയാൽ, ഈ ആളുകളൊക്കെ വെള്ളമെടുത്ത് കഴിഞ്ഞാലല്ലാതെ ഞങ്ങൾക്ക് വെള്ളം കിട്ടൂല. അബൂന ഷെയ്ഖുൻ കബീർ, നമ്മളുടെ ഉപ്പ വളരെ പ്രായമുള്ള ആളാണ്. അപ്പോൾ ഫസഖാലഹു ലഹുമാ സുമ്മ തവല്ലാ ഇലല്ലില്ലി, അദ്ദേഹം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടികൾക്ക് വെള്ളമെടുത്തു കൊടുത്തു. വെള്ളമെടുത്ത് കൊടുത്തിട്ട് ആദ്യം ഇരുന്ന തണലത്തേക്ക് തന്നെ പോയി. അല്ലേ, റബ്ബിനോട് പ്രാർത്ഥിച്ചുണ്ടായിരുന്നു, എന്തെങ്കിലും വഴി പടച്ചോനെ ജി കാണിച്ചു തരണം. അപ്പോഴോ അങ്ങനെ എടുത്തു കൊടുത്തു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, പടച്ചവനെ നീ ഇപ്പോൾ ഇറക്കിത്തരുന്ന ഏതൊരു കാര്യത്തിനും ഞാൻ ആവശ്യക്കാരനാണ്. പടച്ചവനെ, ഒരു വെള്ളം ഇറക്കിത്തരികയാണെങ്കിൽ അതിന് ആവശ്യമുള്ളവനാണ്, ഒരു ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അതിനാവശ്യക്കാരനാണ്, ഒരു സുരക്ഷിതത്തിന് വേണ്ടി ഒരു താവളം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനും ആവശ്യക്കാരനാണ് പടച്ചവനെ എന്ന് ഈ സൽക്കർമ്മം ചെയ്തിട്ട് ആ തണലത്തിരുന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ച രൂപം നോക്കി നിങ്ങൾ. തൗഹീദുള്ള ഒരാളുടെ സൽക്കർമ്മനിരതമായ മനുഷ്യൻ്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുന്നു. എങ്ങനെ? ഫജാഅത്തുഹു ഇഹ്ദാഹുമാ തംശി അലസ്തിഹിയാ, ഈ വെള്ളം കൊണ്ടുകൊടുത്ത വീട്ടിലുള്ള അവരുടെ ഉപ്പ, അതായത് ഷുഐബ് നബിയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ 2 മക്കളിൽ ഒരാൾ എങ്ങനെ വന്നു? അവരിൽ ഫജാഅത്തുഹു ഇഹ്ദാഹുമാ, അവർ 2 ഒരു മോള് വന്നു. തംഷി അല ഇസ്തിഹിയായിൻ, ലജ്ജയോട് കൂടിയിട്ട്. മൂസാ നബിൻ്റെ അടുത്തേക്ക് വരുന്ന രൂപം ലജ്ജയോടുകൂടി. എന്നിട്ട് കാലത്ത് അവർ പറഞ്ഞു, ആ പെണ്ണ് പറഞ്ഞു, ഇന്നാ ബി യദൂക, നമ്മളൊപ്പമുണ്ട് നിങ്ങളെ വിളിക്കുന്നു. എന്തിന്? ലി യജ്സിയക അജ്റമാ സഖൈതലന, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം എടുത്തു തന്നതിന് കൂലി തരാൻ ഞങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളെ വിളിക്കുന്നു. ലജ്ജയോടുകൂടി പറഞ്ഞു. ഖുർആൻ പറഞ്ഞ പെണ്ണ് എങ്ങനെ? ലജ്ജയോടുകൂടി വന്നിട്ട് പറഞ്ഞു, ഇന്നാ ബി യദൂക ലി യജ്സിയക അജ്റമാ സഖൈതലന ഫലമ്മാ ജാഅഹു വഖളഅ അലൈഹിൽ ഖസസ്. മൂസാ നബി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ ഇന്ന രൂപത്തിൽ പെട്ടുപോയി, ഒരപകടത്തിൽ ഒരാളെ കൊന്നുപോയി, അങ്ങനെ നാട് വിട്ടു വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഷുഐബ് നബി പറഞ്ഞു, ഖാല ലാ തഖഫ്, ഭയപ്പെടണ്ട, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, താങ്കൾ അക്രമികളായ സമൂഹത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു. ആദ്യം സുരക്ഷിതത്വം അത് കൊടുത്തു അല്ലേ. ഇനി അദ്ദേഹം പറയാണ്, മൂസാ നബി കൂലി കൊടുക്കട്ടെ. ആ കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് മക്കൾ പറയുന്നു ഉപ്പാനോട്. കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, ഇഹ്ദാഹുമാ, 2 പെമ്മക്കളിലൊരു പെണ്ണ് പറഞ്ഞു, യാ അബത്തി ഇസ്തഅ്ജിർഹു, ഉപ്പാ നിങ്ങൾ ഇദ്ദേഹത്തിന് കൂലി കൊടുക്കണം. ഇന്ന ഖൈറ മനിസ്തഅ്ജർത അൽ ഖവിയ്യുൽ അമീൻ, നിങ്ങൾ ഇതുവരെ കൂലി കൊടുത്ത ആളുകളിൽ വെച്ച് ഏറ്റവും ശക്തനാണ് ഈ യുവാവ് എന്ന് മാത്രമല്ല അമീനാണ്, വിശ്വസ്തനുമാണ്.
എങ്ങനെ വിശ്വസ്തനാന്ന് തോന്നി മനസ്സിലായില്ല? നമ്മളിപ്പോൾ അങ്ങനെ എടുത്തു കൊടുത്ത് നിൽക്കുക, നമ്മൾ പുരയിൽ കൂലിക്ക് എന്ന് നിൽക്കുക, നമ്മൾ ആ പെണ്ണെന്താ പറയുക അറിയോ? എൻ്റെ കൊടുത്ത് വേഗം വിട്ടാളിയും വലിയ മുന്തിയാളൊന്നല്ല പറയില്ലേ? മൂസാ നബിനെ പറ്റി എന്താ പറഞ്ഞത്? അൽ ഖവിയുൽ അമീൻ, ശക്തനാണ്, ശക്തിയില്ലാത്തോണ്ടല്ല, വിശ്വസ്തനാണ്, അതുകൊണ്ട് കൂലി കൊടുക്കണം. അപ്പാ വാപ്പ പറയാണ്, കാല ഇന്നി ഉരീദു എൻ്റെ 2 മക്കളിൽ ഒരാളെ ഞാൻ എനിക്ക് കല്യാണം കഴിച്ചു തരാം. കാരണം അന്നവിടെ നിർത്തിയാൽ, സുരക്ഷിതത്തിന് വേണ്ടി ഇവിടെ നിർത്തിയാൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 2 പെൺകുട്ടികളുണ്ട്, അതിൽ ഒരാളെ ഞാൻ കല്യാണം കഴിച്ചു തരാം. അലാ അൻ തൗജുറനി സമാനിയ ഹിജജ്, 8 വർഷം നീ എൻ്റെ ആടുകളെ മേച്ച് നോക്കി നടന്ന് പണിയെടുക്കാം എന്ന മഹർ നിശ്ചയിച്ചുകൊണ്ട് 8 കൊല്ലം. എന്നിട്ട് പറഞ്ഞു ഫൈൻ അത്മം താഷ്റ ഫമിൻ ഇന്ദിക്, ഇനി താങ്കൾ 10 കൊല്ലം പൂർത്തിയാക്കണേ ഒരു വിരോധമില്ല, അത് താങ്കളുടെ ഭാഗത്തു നിന്നുള്ള. 8 കൊല്ലം എൻ്റെത്, നിങ്ങൾക്ക് 10 കൊല്ലം കിടക്കണേ ഒരു വിരോധമില്ല. അതുണ്ടല്ലോ, ഞാൻ 8 കൊല്ലം പറഞ്ഞാൽ 8 കൊല്ലം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ചട്ടിയും കുടുക്കിയെടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് വിരോധമൊന്നുമില്ല, 10 കൊല്ലമാണ് വിരോധമല്ല. ഒമാ ഉരീദു അൻ അഷുക്ക അലൈക്ക, താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, താല്പര്യം പോലെ ചിന്തിച്ച് ചെയ്യാം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ, ഞാൻ ഈ പറഞ്ഞ വാക്കിൽ അമ്മസാങ്ക പറയാം, എന്നെ നിങ്ങൾക്ക് സൽക്കർമ്മികളിൽ കാണാൻ കഴിയും, എന്നെക്കൊണ്ടൊരു ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്താ അങ്ങനെ? അപ്പോൾ സൽക്കർമ്മനിരതമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരുപാട് വലിയ അർത്ഥമുള്ള കാര്യമാണ്. ഓരോരോ നമ്മളുടെ എല്ലാം കഴിയുന്ന ശേഷമല്ല നമ്മൾ സൽക്കർമ്മനിരതനാവുണ്ട്. നമ്മൾ സൽക്കർമ്മനിരതനാണ് സദാസമയവും കേട്ടോ. അതിനൊരു സൽക്കർമ്മം, മറ്റുള്ളവർക്ക് പ്രയാസം വന്നാൽ ചിരിക്കരുത്, മറ്റുള്ളവർക്ക് പ്രയാസം വന്നാൽ സന്തോഷിക്കരുത്. അത് വലിയൊരു സൽക്കർമ്മമാണ്, മനസ്സിലായില്ല? മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഇവിടെ ഉണ്ടല്ലേ, ബുദ്ധിമുട്ടല്ലേ, ഇങ്ങോട്ട് ഇരിഞ്ഞിട്ട് ചിരിക്കുക, ആ പൈസ ഒക്കെ പോയില്ലേ, വീഡിയോ പൊളിഞ്ഞില്ലേ, പൊളിയും. അവിടെ ഞാൻ ആദ്യം വിചാരിച്ചാൽ പൊളിയുന്നു, അക്കച്ചവടം നടക്കില്ല, ഞാൻ ആദ്യം വിചാരിച്ചാൽ. മൂപ്പർക്ക് വലിയ സന്തോഷമായിരിക്കും ഇപ്പോൾ ഇത് പൊളിഞ്ഞതിൽ. അങ്ങനത്തെ ആൾക്കാരില്ലേ? ഓൻ സൽക്കർമ്മിയാ, ഓൻ തൗഹീദുള്ളവനാ അല്ല. അപ്പം മറ്റുള്ളവരുടെ പ്രയാസം, ചിലർക്ക് പ്രയാസമുള്ളവരെ കാണുന്നതിന് ഇഷ്ടമില്ല. അങ്ങനത്തെ ചില തൗഹീദുള്ള ആൾക്കാരുണ്ട്. ആരെങ്കിലും ഒരു പ്രയാസമുള്ളവൻ പേരുണ്ട്, അല്ലോ വരുന്നുണ്ട്, കാലില്ലാത്തതാ, വേ നടന്നുകൊണ്ട്, കാരണം എന്തേ ചെയ്ത് കൊടുക്കേണ്ടി വരും, പിടിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ? അങ്ങനത്തെ ആൾക്കാരില്ലേ? ഇല്ല, പ്രയാസമുള്ളവരെ കാണുന്നത് ഇഷ്ടമല്ല. അതുപോലെ കഷ്ടപ്പാടുള്ള ഏരിയയിലേക്ക് ഞാനില്ല, അവിടത്തേക്ക് ഞാനില്ല, എനിക്ക് ശരിയാവില്ല, എനിക്ക് കാണാൻ പറ്റില്ല. കഷ്ടപ്പാടുള്ള ഏരിയയിലേക്ക് മൂപ്പര് വരികയില്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ തെരുവീതിയിലൂടെ നടക്കും. എന്നിട്ട് യത്തീമുകളെ കണ്ടാൽ നബി യത്തീമുകളുടെ യത്തീമുകളെ കാണേണ്ട ആവശ്യമില്ലല്ലോ, യത്തീമുകളുടെ നിറഞ്ഞ സ്ഥലമല്ലേ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, യത്തീമുകളെ കാണാൻ പ്രത്യേകം നടക്കേണ്ട ആവശ്യമില്ല. കണ്ടോലെ കുട്ടികളെ തല മുഴുവൻ നബി തടവും. എന്നിട്ട് നബി പഠിപ്പിച്ചു, യത്തീമുകളുടെ റൈസൽ യത്തീമിൻ്റെ തല തടവണം കേട്ടോ എന്ന് പഠിപ്പിച്ചതിന് ശേഷം പറഞ്ഞു കൊടുത്തു, തലയോടുമ്പോൾ കൈകൾ തട്ടിയ ഓരോ മുടിക്കനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവും. യത്തീമിൻ്റെ കയ്യിൽ തലയിൽ എത്ര മുടിയുണ്ടോ ആ മുടിയിൽ എവിടെയെല്ലാം നിങ്ങളുടെ കൈ തട്ടിയോ അവിടെയൊക്കെ നിങ്ങൾക്ക് അത്രയും എണ്ണം പ്രതിഫലം ഉണ്ടാവും. എപ്പോഴും ചില ആൾക്കാരൊക്കെ സൽക്കർമ്മനിരതമായി ജീവിക്കുന്നുണ്ടാവും കേട്ടോ. ചിലവരൊക്കെ ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞതിനെതിരിൽ ഇതൊക്കെ ഉള്ളവരിപ്പോൾ ഇതിലുണ്ടാവും. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിച്ചുണ്ടാവും, മറ്റുള്ളവരുടെ വേദനയിൽ പ്രയാസങ്ങളിലൊക്കെ സന്തോഷിച്ച് അങ്ങനത്തെ ഏരിയയിലൊക്കെ ഒന്നും ഞാൻ പോണില്ല, പാവപ്പെട്ടവരൊന്നും കണ്ടില്ല. നിങ്ങൾ ഈ വലിയ വലിയ പണക്കാരുള്ള സ്ഥലത്തിന് ആ ഏരിയയൊക്കെ എന്താ നമ്മൾ പറയുക, VIP ഏരിയ അല്ലേ? മുക്കാലില്ലാത്തവർ കുറേ ആൾക്കാർ ശരിയാവില്ല എന്ന്, വേറെ സംസ്കാരം ഉണ്ടാവില്ല എന്ന്, മത്തിൻ്റെ മണവും ഉണ്ടാവും, മുറ്റത്ത് കൂടെ ഒന്നും നടക്കാൻ പറ്റില്ല, മത്തിൻ്റെ മണം ചെളുക്കൻ്റെ നമുക്ക് ആ ഏരിയയിൽ കൂടെ നടക്കാൻ പറ്റില്ല. വളരെ ലോക്കൽ ഏരിയ പറയില്ലേ, ലോക്കൽ ഏരിയയിൽ കൂടെ നിങ്ങൾ നടക്കണ്ടേ, എന്നാലേ നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ VIP കൂടെ അങ്ങനെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ നിങ്ങൾക്ക് ഒന്ന് സൽക്കർമ്മം ചെയ്യാൻ കഴിയുക മനസ്സിലല്ല. അതുകൊണ്ട് ഇത്തരം തെറ്റൊക്കെ വന്നു പോയിട്ടുണ്ട്. വെക്കുക സൽക്കർമ്മനിരതമായി ജീവിക്കണം. തൗഹീദുണ്ട്, കയ്യിൽ തൗഹീദുണ്ട്, പക്ഷെ ദുഷ്കർമ്മിയാണ്. അങ്ങനത്തെ നിങ്ങൾ തൗഹീദുണ്ട്, ദുഷ്കർമ്മിയാണ്. അത് തൗഹീദുള്ളവനാണോ? അല്ല, തൗഹീദുള്ള ദുഷ്കർമ്മിയാവില്ല. അതുകൊണ്ട് തൗഹീദ് ഉണ്ട്, കുറച്ച് ദുഷ്കർമ്മം എന്തായാലും വരാലോ. നിങ്ങൾ റസൂലുള്ള അത്തരം ആളോട് പറഞ്ഞു, ഒരു റബ്ബിനോട് പറയേണ്ടത് ഇലാഹി അബ്ദുക്കൽ ആബിഖ് റജ ഇലാ ബാബിക്. എന്താ പറയുന്നത്?
പടച്ചോനെ നിൻ്റെ പാപിയായ അടിമ നിന്നിൽ നിന്ന് കുറേ ദൂരത്തേക്ക് ഓടിപ്പോയി, ഇതാ റജ ഇല ബാബിക്ക, നിൻ്റെ ഗേറ്റിലേക്ക് വന്നിരിക്കുകയാണ്, ഞാൻ നിൻ്റെ വാതുക്കലേക്ക് വന്നിരിക്കുകയാണ്. പടച്ചോനെ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇലാഹി, എൻ്റെ ഇലാഹേ, അബ്ദുക്കൽ ആബിഖ്, ഓടിപ്പോയ നിൻ്റെ അടിമ റജായില ബാബിഖ്, നിൻ്റെ വാതിലിലേക്ക് ദാ വന്നിരിക്കുകയാണ്. അബ്ദുക്കൽ ആസി, തെറ്റ് ചെയ്ത നിൻ്റെ ദാസൻ റജായില സുൽഹ്, പടച്ചവനെ നിന്നിലേക്ക് ദാ സന്ധിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്, ഞാൻ നിന്നോട് സന്ധി ചെയ്യാൻ പോവുകയാണ്. അബ്ദുക്കൽ മുദ്രിബ്, കുറ്റവാളിയായ നിൻ്റെ ദാസൻ അത്താഖബിൽ ഉദ്രി ഫൗഫു അന്നി, പടച്ചോനെ ക്ഷമാപണവുമായി ഇതാ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പാപം ചെയ്ത ഞാൻ, എനിക്ക് നീ മാപ്പ് തരണേ പടച്ചോനെ. പോരാ, ബിജൂദിക്ക വതഖബ്ബൽനി ബിഫളിക, പടച്ചോനെ നിൻ്റെ ഔദാര്യം കൊണ്ട് നിൻ്റെ മഹത്തായ അനുഗ്രഹത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ നാഥ. വൻലുർനി ഇലാ റഹ്മതിക, നിൻ്റെ കാരുണ്യത്താൽ എന്നെ നീ കടാക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർലി മാ സലഫ മിനദ്ദുനൂബ്, ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പടച്ചോനെ എനിക്ക് നീ പുറത്തുകൊണ്ടാ. വഅസിന്നി ഫീമാ ബഖിയ മിനൽ അജൽ, ഇനി ഞാൻ ജീവിക്കുന്ന ബാക്കിയുള്ള ജീവിതകാലം മുഴുവനും സൽക്കർമ്മനിരതരായി ജീവിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. ഈ പ്രാർത്ഥനയൊക്കെ എല്ലും കൂടി ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കണേ വലിയ പണിയുണ്ട് അല്ലേ? എന്താ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്? പാപിയായ നിൻ്റെ ദാസനിതാ പടച്ചോനെ നിൻ്റെ ഗേറ്റിലേക്ക്, നിൻ്റെ വാതുക്കലേക്ക് വന്നിരിക്കുകയാണ്. മാപ്പ് കൊണ്ട പടച്ചോനെ, കുറ്റവാളിയായ നിൻ്റെ ദാസനിതാ വന്നിരിക്കുന്നു. പടച്ചോനെ ക്ഷമാപണം ഞാൻ നിന്നോട് ചോദിക്കുന്നു. അങ്ങനെയൊക്കെ എപ്പോഴും ചോദിക്കുക, തൗഹീദ് ഉണ്ടെങ്കിലും കേട്ടോ. തൗഹീദ് ഉണ്ടാവും, എപ്പോഴും വന്നു പോവാലോ ഇല്ലേ? ചിലപ്പം മനസ്സുണ്ടെങ്കിലും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയില്ലേ? അതുകൊണ്ട് ശ്രദ്ധിച്ച് ജീവിക്കുക, തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമകരമായ പ്രവർത്തനം നമ്മളുടെ ഭാഗത്തുണ്ടാകുക കേട്ടോ. ഇനി നമ്മൾ തെറ്റുകളിൽ നിന്നും മാറിയില്ല നിൽക്കുക. തൗഹീദുണ്ട്, ഒരുപാട് തെറ്റുണ്ട്. തെറ്റുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം. ഈമാനുള്ള ഒരു മൂമിനായ മനുഷ്യനെ അള്ളാഹു പരലോകത്ത് നിന്ന് കണ്ടാലുള്ള അവസ്ഥ എന്താ അറിയോ? ഈമാനുള്ള നമ്മൾക്ക് തെറ്റ് വന്നാണ്, നമ്മൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ചോദിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. മരിച്ചത് അങ്ങനെ മനസ്സിലാ. തൗഹീദുണ്ട്, തെറ്റ് വന്നിട്ടുണ്ട്, തെറ്റ് വന്നൊക്കെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ പരലോകത്തെത്തിയാൽ അന്നല്ലാഹ യുദ്നിൽ മൂമിന, വിശ്വാസിയെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കും. നിങ്ങളെപ്പോഴാണ് ഒരാളെ അടുപ്പിക്കുക? നിങ്ങളടുത്തേക്ക് അള്ളാഹിനോട് അടുപ്പിക്കുക, ആലിംഗനം ചെയ്ത് പിടിക്കും. ഫയലൗ അലൈഹി കനഫഹു, അള്ളാഹു അവൻ്റെ തോളിൽ ഇങ്ങനെ കൈവെക്കും. അടുപ്പിച്ച് നിർത്തിയിട്ട് തോളിൽ നമ്മൾ ഒരാളെ നിങ്ങൾ കൂട്ടിപ്പിടിക്കലില്ലേ? എപ്പോഴാ നിങ്ങൾക്കിപ്പോൾ ഈ ഹദീസിന് എന്താ മനസ്സിലായത്? അള്ളാഹു പാപം ചെയ്ത ഒരു കുറ്റവാളിയായ മുഅ്മിനാണ് കേട്ടോ, തൗഹീദുള്ളവനാ, ഓനങ്ങോട്ട് അടുപ്പിച്ച് പിടിച്ചു. വയസ്തുറുഹു ഫയഖൂൽ, എന്നിട്ട് ഓനൊന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു ഒന്ന് മാറ്റി നിർത്തും. ഈ തൗഹീദുള്ളവനെ ഒന്ന് മാറ്റി നിർത്തും. എന്നിട്ട് ഓനോട് പറയും, ആ തൈരിഫു ദൻബക്കഥ, നീ ഇന്ന തെറ്റ് ഇന്ന ദിവസം ചെയ്തത് ഓർമ്മ ഉണ്ടോ? അള്ളാഹ് സ്വകാര്യമായിട്ട് തോളിൽ അങ്ങനെ ചിലവരോട് നമ്മൾ പറയില്ലേ, തോളിൽ കൈയിട്ടിട്ട് കൂട്ടിക്കൊണ്ടേറ്റ് മറ്റേ ഒരു കാര്യത്തിലെ ചെറിയൊരു തെറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും, ശ്രദ്ധിച്ചാൽ വേണ്ടി. അങ്ങനെ നമ്മൾ സ്വകാര്യമായിട്ട് പറയും. എന്തിനാ? അയാളുടെ തിരുത്താൻ, ആരെടുത്തും അയാളെ വഷളാക്കാതിരിക്കുക അല്ലേ? അള്ളാഹു ആരെയും വഷളാക്കാത്ത വിധം മോനെ മറനിർത്തി ഓനോട് ചോദിക്കുന്നു, നിങ്ങൾ ഇന്നെ തെറ്റിയിട്ടുണ്ട്. ഫയഖൂൽ, അദ്ദേഹം പറയും, ഞാൻ പടച്ചോനെ ചെയ്തു പോയിട്ടുണ്ട്. ഹത്താ ഖററഹു ബിദുനൂബിഹി, അങ്ങനെ അവൻ്റെ തെറ്റല്ലാഹു സമ്മതിപ്പിച്ചു. പരലോകത്ത് സമ്മതിച്ചോ കഴിഞ്ഞു. വറഅ ഫീ നഫ്സിഹി അന്നഹു ഖദ് ഹലക, അദ്ദേഹത്തിനപ്പം മനസ്സിലായി ഞാൻ ദാ കുടുങ്ങിയത് തന്നെയാണ്, ഏതായാലും നരകത്തിലേക്ക് പോവുകയാണ് എന്ന ചിന്ത വരും. കാല, അപ്പം അള്ളാഹു സന്തോഷത്തോടു കൂടി തൗഹീദുള്ള കുറച്ചൊക്കെ തെറ്റ് വന്ന മനുഷ്യനോട് പറയാണ്, സത്തർത്തുഹ അലൈക ഫിദ്ദുനിയ, എൻ്റെ തെറ്റ് ഞാൻ ദുനിയാവിൽ വെച്ച് ജനങ്ങളിൽ വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഞാനൊക്കെ ചെയ്ത ഒരുപാട് തെറ്റ് ആരും അറിയാത്തതില്ലേ ഉണ്ടോ? നിങ്ങൾ ആരോടും പറഞ്ഞിട്ടുമില്ല, നിങ്ങളടുത്ത് മാത്രം ഉണ്ട് താനും, അങ്ങനത്തെ കുറേ തെറ്റില്ലേ ഉണ്ട്. അള്ളാഹ് പറയാ, ദുനിയാവിൽ വെച്ച് ഞാൻ മറക്കാൻ വിചാരിച്ചിട്ട് മറഞ്ഞു നിന്നതാ, വിചാരിക്കാൻ എൻ്റെ പവർ കൊണ്ടാണ്. ചിലവർ പറയുന്നത് ജാലാബളൊക്കെ അല്ലാ എന്താ എൻ്റെ ഐഡിയ കൊണ്ട് കഴിച്ചില്ല കേട്ടോ, മറ്റേതുപോലെ അറിഞ്ഞു പോയി. എൻ്റെ ഐഡിയ കൊണ്ടല്ല, അള്ളാഹ് മറച്ചു വെച്ചതാ. എൻ്റെ തൗഹീദിൻ്റെ ഊക്കൊണ്ട്, എൻ്റെ തൗഹീദിന് അള്ളാഹ്ക്ക് വേണ്ടി നീ ഓടി നടക്കുന്ന അള്ളാഹ്ക്കുള്ള എന്നോടുള്ള തൃപ്തി കൊണ്ട് എൻ്റെ ആ തെറ്റ് അള്ളാഹു മറച്ചു വെച്ചതാ. സത്തർത്തുഹ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് ഞാനത് മറച്ചു വെച്ചതാ. അതുകൊണ്ട് വാന അഗ്ഫിറുഹാലക അൽയൗമ, ഇന്ന് ഞാൻ എനിക്ക് പുറത്തും തരികയാണ്. അന്ന് അവിടുന്ന് മറച്ചു വെച്ചതാ, അത് ഞാൻ അപ്പോൾ ഇവിടുന്ന് പുറത്തു തരികയാണ്. ഫയൂത്ത കിതാബഹു ഹസനാത്തി, അവൻ്റെ നന്മയുടെ രേഖയുള്ള കിതാബ് എടുത്ത് അവൻ്റെ കൈ കൊടുത്തിട്ട്
പറയും അമ്മാമൻ നൂത്തിയ കിതാബഹു ബി യമീനിഹി, വലത്തെ കയ്യിൽ രേഖ കിട്ടി, തെറ്റൊക്കെ മാപ്പാക്കി. അപ്പോൾ പറയും പടച്ചോനെ ഹാവും, ജനങ്ങളെ വിളിച്ചിട്ട് പറയും ഹാവുമൂ വരൂ, ഇക്റഊ ഒന്ന് വായിക്കൂ. ഹാവു മുഖറവു എന്നല്ല, ചിലവർ തോന്നലിങ്ങനെ ഹാവു മുഖറവു, ഹാ വേറെയും മുഖറവു അങ്ങനെയല്ല, ഹാവുമു. അറബിയിൽ ഹാവുമു പറഞ്ഞാൽ വാന്നാ. വരൂ സുഹൃത്തെ, ഇക്റഊ കിതാബിയ, എൻ്റെ കിതാബൊന്ന് വായിച്ചു നോക്കി. ഞാൻ തൗഹീദും കുറച്ച് സൽക്കർമ്മം ഒക്കെ വെച്ചിരി, കുറച്ച് തെറ്റൊക്കെ ഉണ്ട്, ഒക്കെ അതാ മാപ്പാക്കി തന്നിട്ട് എൻ്റെ പടച്ചോന്നും പറഞ്ഞിട്ട് ഓൻ സന്തോഷം കൊള്ളുക, പുളകം കൊള്ളുക. ഹാവു മുക്റഊ കിതാബിയ, എൻ്റെ കിതാബ് നിങ്ങൾ നോക്കി. എന്താ സ്ഥിതി? ഞാൻ വിചാരിച്ചതുപോലെ തന്നെ, ഞാൻ വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനൊരു വിചാരണ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തെറ്റ് വന്നപ്പോൾ ഞാനത് അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലത് തെറ്റ് വന്നാൽ ആരോടും പറയില്ല, അള്ളാഹിനോടും പറയില്ല. അങ്ങനത്തെ ഇല്ലേ? ആരോടും പറയില്ല, അള്ളാഹിനോടും പറയില്ല. അള്ളാഹിനോട് പറയാനൊക്കെ കേട്ടോ, ഞാൻ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം തരികയല്ല കേട്ടോ. തൗഹീദ് ഉണ്ടെങ്കിൽ കുറേശ്ശെ തെറ്റ് ചെയ്യല്ലേ, അങ്ങനെയല്ല ഞാൻ പഠിപ്പിക്കുന്നത് അല്ലേ. നിങ്ങൾ തെറ്റ് ചെയ്യേണ്ട ബോധപൂർവ്വം അല്ലാണ്ട് തന്നെ വരൂലേ? ബോധപൂർവ്വം അല്ലാണ്ട് തന്നെ തെറ്റ് വരില്ലേ? മനസ്സുകൊണ്ട് പല തെറ്റും വരത്തില്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. എന്തല്ല ഞാനും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പഠിച്ചോനെ മനസ്സുകൊണ്ട് അല്ലേ. അള്ളാഹ് പറഞ്ഞെന്താ, ഹുസ്സില മാഫി സുദൂർ, ചിന്തിച്ചോട്ടമുള്ളതൊക്കെ പരലോകത്ത് കൽബിലിട്ട് ചിന്തിച്ചൊക്കെ കൊണ്ടുവരും അവിടെ. അഫലായാലും ഇതാ ബൂസിറ മാഫിൽ കുബൂർ, ഖബറിന് ഈ നിലക്ക് പുറത്തേക്ക് വരുമ്പോഴുള്ള അവസ്ഥ എന്താ? അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ ലി യൗമിർ റബ്ബ്, ആ ദിവസം അല്ലാഹുവിൻ്റെ ലി റബ്ബിൽ ആലമീൻ, റബ്ബിൻ്റെ കോടതിയിൽ വന്നു നിൽക്കുന്ന ആ ദിവസം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ കൽബിൽ നീ ചിന്തിച്ചതും എല്ലാ തിന്മകളും അല്ലാഹ് പുറത്തിരുന്ന ദിവസം എന്നെങ്കിലും നമ്മൾ ചിന്തിക്കലുണ്ടോ? നമ്മളെ മനസ്സിൽ നമ്മൾ എന്തെല്ലാം കണക്കൂട്ടലാണ് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് പടച്ചോനെ ഞാൻ പേടിച്ചാണ് ജീവിച്ചത്, അതുകൊണ്ട് പടച്ചോൻ രക്ഷിച്ചു. ഇതെൻ്റെ ഒന്ന് വായിച്ചു നോക്കി പടച്ചോനെ, എന്ത് കണ്ടങ്ങൾ, എൻ്റെ രേഖ തുറന്ന പുസ്തകമാണ്, തെറ്റൊക്കെ അള്ളാഹു മാപ്പാക്കി. ഇങ്ങനെയെങ്കിലും നമുക്കൊന്ന് കഴിച്ചിലാവണ്ടേ? വേണം. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ പരലോകത്ത് വരും. ഒരു തെറ്റും മാപ്പവും ചോദിച്ചില്ല, തൗഹീദ് ഉണ്ട് എന്നുള്ള ധാരണ, ഞാനൊക്കെ കൊള്ളാവുന്നവനാണെന്നുള്ളൊരു പൊങ്ങച്ചൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന ആൾക്കാർ ഓലക്കങ്ങനെ മരിക്കുമ്പോൾ പത്രത്തിൽ എഴുതും, എന്ത് ഇയാൾ 40 മഹലിൻ്റെ ഖാദിയാണ്, 38 മഹലിൻ്റെ പ്രസിഡൻ്റാണ്, അതൊക്കെ നിങ്ങൾക്ക് പത്രത്തിൽ എഴുതാ കേട്ടോ. അല്ലാഹ് പറയാം, വമാ കുൻതും തസ്തതിറൂന അൻ തശ്ഹദ അലൈക്കും സംഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും, നിങ്ങൾക്ക് പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നിങ്ങളെ തൊലികളെയോ നിങ്ങളുടെ കാഴ്ചകളെയോ നിങ്ങളുടെ കണ്ണുകളെയോ നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. നിങ്ങളെ കണ്ണ് നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. നിങ്ങളെ കണ്ണ് പറയും പടച്ചോനോട്, ഇന്ന പെണ്ണുങ്ങളെ മോശമായ മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ട് ഈ കണ്ണോണ്ട് നോക്കിക്കുന്ന കണ്ണാണ്ട് പറയും. നോക്കിയില്ലേ ഇല്ലേ? എന്തെല്ലാം ഇപ്പം മൊബൈൽ വെച്ചിട്ട് തന്നെ നോക്കണില്ലേ? കണ്ടോ? ഇപ്പം ആ സരിത കേസ് കൊടുത്തിട്ടില്ല നിങ്ങൾ. ഇത് ഒറ്റക്കുമ്പോൾ ദീനുള്ളവനും എന്ത് ചെയ്യും? ഇപ്പം ആരുമില്ലല്ലോ. പിന്നെ അങ്ങനെയുണ്ട്. ചിലവർ കുട്ടികളൊക്കെ ഉറങ്ങിയില്ലേ, ഇനി അമ്മ കണ്ടാവും കൂടി കാണാം, മൂപ്പര് ഭാര്യയും ഭർത്താവും കൂടി ഇല്ലേ? ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ. തോന്നിയാസം കാണുമ്പോഴേ ആലോചിക്കണം. അള്ളാൻ്റെ അടുത്ത് നിങ്ങൾ മറക്കാൻ കഴിയില്ല. നിങ്ങളെ കണ്ണും കാതും കരളും തൊലിയൊക്കെ റബ്ബിനോട് പറയും. പക്ഷെ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ വിചാരിച്ചത് വലാക്കിൻ ലനൻതും ഇന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം കാര്യം അള്ളാഹ് അറിയില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. വദാലിക ലന്നുക്കും അല്ലദീ ലനൻതും ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബിനെ കുറിച്ച് നിങ്ങളെ ചിന്ത അതാണ് ഉണ്ടായത്. അള്ളാഹിനെ പറ്റി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് അർദാക്കും, നിങ്ങൾ അതപ്പതിച്ചു പോയി. ഫഅസ്ബഹ്തു മിനൽ ഖാസിരീൻ, നിങ്ങൾ പരലോകത്ത് നഷ്ടപ്പെട്ടൽപ്പെടും കേട്ടോ. അപ്പോൾ നമ്മളെ തൊലിനിയൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുമ്പോഴും ശരി ചെയ്യാൻ കഴിയാതെ വരുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ചെയ്യേണ്ട വേറൊരു കാര്യം, ഞാനും നിങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു എന്താ അറിയോ? സൂറത്ത് അൻആമിൽ 120-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാ, വദറൂ ളാഹിറൽ ഇസ്മി വബാത്തിന, പ്രത്യക്ഷവും പരോക്ഷവുമായ തിന്മകൾ നിങ്ങൾ ഒഴിവാക്കണം. രഹസ്യത്തിലുള്ള തിന്മകളും പരസ്യത്തിലുള്ള തിന്മകളും ഉണ്ട് അല്ലേ? അത് രണ്ടും നിങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് പറയാം, ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ യുജ്സൗന ബിമാ കാനൂ യഫ്തരിക്കൂൻ, അവർ
ഓരോരുത്തരും സമ്പാദിച്ചുണ്ടാക്കിയ തിന്മകൾ അത് നടപ്പിൽ വരുത്തിയാൽ അള്ളാഹു അതിൻ്റെ ശിക്ഷ അവർക്ക് കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ പ്രത്യക്ഷവും പരോക്ഷവുമായ തിന്മകൾ കൈവെടിയണം. സൽക്കർമ്മനിരതമായി ജീവിക്കാറിൻ്റെ അർത്ഥം ഒന്നാമത്തെ അതാണ്, നമ്മളിലുള്ള തിന്മ നമ്മൾ വെടിയാൻ ശ്രമിക്കുക കേട്ടോ. അതുകൊണ്ട് ആ റസൂൽ പറഞ്ഞത്, തിന്മ ചെയ്യുമ്പോൾ അത് തിന്മ നടപ്പിൽ വരുത്തുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി കേട്ടോളെ. ഞാനൊരു തിന്മ ചെയ്യുമ്പം ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി കേട്ടോളെ. മൻ സന്ന സുന്നത്തൻ സയ്യത്തൻ ഫഅലൈഹി വിസ്റുഹ. ഞാനൊരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ പാപഭാരം ഞാൻ വഹിക്കണം, ഒന്ന്. അതോടൊപ്പം വിസ്റു മൻ അമില ബിഹ, അത് കണ്ടിട്ട് ചെയ്ത എല്ലാവരുടെയും ശിക്ഷ എനിക്ക് വരും. മനസ്സിലാ? ഞാനൊരു തെറ്റ് ചെയ്ത് ആ തെറ്റ് കണ്ടിട്ട് അതുപോലെ പലരും ചെയ്ത്. മൻ സന്ന സുന്നത്തൻ സയ്യത്തൻ, ഒരു തിന്മ നടപടിക്രമം നടപ്പിൽ വരുത്തിയാൽ ഫഅലൈഹി വിസ്റുഹ, അതിൻ്റെ പാപഭാരം അയാൾ വഹിക്കണമെന്ന് മാത്രമല്ല, വിസ്റു മൻ അമില ബിഹ, അതനുസരിച്ച് പ്രവർത്തിച്ച ആൾക്കാരുടെ പാപഭാരം ഓൻ തന്നെ വഹിക്കണം. എന്നാൽ ലാ യൻഖുസു മിൻ ഔസാരിഹിം ഷൈഅ, അവരുടെ കുറ്റങ്ങളിലൊന്നും കുറവ് വരുത്തിയിട്ടല്ല ബെൻക്ക് കൊടുക്കുന്നത്. ഓൽക്കുള്ളത് ഓൽക്ക് തന്നെ ഉണ്ടാവും, അത് കുറച്ചിട്ട് ബെൻക്ക് കുറച്ച് കൊടുക്കല്ല. അതുപോലെ എന്തെല്ലാം ചീത്ത കാര്യങ്ങളുണ്ട് നടപ്പിൽ വരുത്തുന്നത് ഇല്ലേ? നെരിയാണിക്ക് താഴെ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അപ്പോൾ ചിലവർ 2 ഇഞ്ച് മുകളിൽ സ്വർഗവും 2 ഇഞ്ച് താഴെ നരകുവാണോ അങ്ങനെയുണ്ട്. അനക്കതിടാൻ കഴിയില്ല, അത് ചെയ്താൽ പോരെ. പിന്നെ എന്തിനാ ഈ ഇസ്ലാം ദീനിനെ പരിഹസിക്കാൻ നടക്കുന്നത്? അതിൻ്റെ പാപഭാരം ഇജ്ജ് വഹിക്കണോ? എൻ്റെ പാൻറ്റ് താന്നതിൻ്റെ മാത്രം പോരെ? മനസ്സിലാ? അപ്പം അങ്ങനെ നാളെ അല്ലാഹ് സംസാരിക്കൂല ആരോട്? അൽ ഇസ്ബാൽ, നെരിയാണിക്ക് താഴെ വസ്ത്രം അണിഞ്ഞോരെ ഇവിടെ അല്ലാഹ് സംസാരിക്കൂല നാളെ, റസൂലുള്ള പറഞ്ഞതാ. അപ്പോൾ ചിലർ സംസാരിക്കേണ്ട, മൂപ്പർക്ക് ഇഷ്ടമുണ്ടാവില്ല, വലിയ വിഷയമല്ലല്ലോ, സംസാരിച്ചില്ല എനിക്കെന്താണ്? ഒരു വസ്തു അറിയാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത് അല്ലേ? അതിന് നോക്കൂ നിങ്ങൾ. ഇനി നമ്മളൊരു നല്ല കാര്യം കാണിച്ചു കൊടുത്ത് ഒരാൾക്ക്, അങ്ങനെയുണ്ടല്ലോ അല്ലേ? പല ആൾക്കാരും പല നല്ല കാര്യം കാണിച്ചു കൊടുക്കലില്ലേ? ഉണ്ട് അല്ലേ? ഇപ്പോൾ കുട്ടികളെ നിസ്കരിപ്പിച്ചു, ഇസ്ലാമിക വേഷത്തിൽ നടത്തിച്ചു, തൗഹീദിൻ്റെ കാര്യം എത്തിച്ചു, പല ഭാഗത്തും ഇഖ്ലാസോടുകൂടി നന്മ പ്രവർത്തിച്ചു. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ട് ഇല്ലേ ഈ ഭൂമിയിൽ തന്നെ? റസൂലുള്ള പറയാം, മൻ സന്ന സുന്നത്തൻ ഹസന, ഒരു നല്ല കാര്യം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഫലഹു അജ്റുഹ, അതിൻ്റെ കൂലി പഠിപ്പിച്ചവനക്ക് കിട്ടി. അജ്റു മൻ അമില ബിഹ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമനാൾ വരെ ഓൻ പഠിപ്പിച്ചു കൊടുത്ത ആ നല്ല കാര്യം ആളുകൾ നടപ്പിൽ വരുത്തും കാലം അതിൻ്റെ കൂലി ഓനക്ക് കിട്ടും. ഇനി എന്താ വേണ്ടത്? അപ്പം നമുക്ക് എന്താ നല്ലത്? ഖിയാമനാൾ വരെ കൂലിയിട്ടുള്ള പണിയെടുക്കല്ലേ നല്ലത്? ഓൻ്റെ പാപഭാരം കൂടിയും പേറിക്കൊണ്ടാണോ രൂപത്തിലാക്കണോ? മനസ്സില്ല? ഇപ്പോൾ പല ആൾക്കാരും പല തരം അനാചാരങ്ങളും നടത്തും. ഇപ്പോൾ ചെറിയ ഉദാഹരണം പറയാം, കോൾ കൊടുത്തയക്കുക അല്ലേ? കോൾ കൊടുത്തയക്കുക. ഈ കോള് കൊടുത്തയക്കുന്നത് നിങ്ങൾ എന്തിനാ? സത്യത്തിൽ സൽക്കർമാകാനാണോ പരലോകത്ത് കൂലിയിട്ടാനോ? ഒന്നല്ല, ആ കുടുംബത്തിൻ്റെ ഇടങ്ങേറ് ഇങ്ങോട്ട് വരാണ്ടക്കാനാ. ഈ പയന്നർച്ച തോൻ്റെ തൊള്ളയിലേക്ക് തള്ളിയാൽ പിന്നെ അണ്ണാക്കുണങ്ങിപ്പോവും, പിന്നെ തുറക്കാൻ കഴിയില്ല. അതിനാണ് ഈ കോൾ കൊടുത്തയക്കൽ. അപ്പോൾ ഈ കോള് ഇപ്പം കൊടുത്തയക്കും, വലിയ ആൾക്കാർ വലിയ കോൾ കൊടുത്തയക്കും അല്ലേ? അപ്പോൾ ഓലും ചെറിയ കോൾ കൊടുത്തയക്കും. കാരണം ഇത് നിൽക്കണില്ല, ആരെങ്കിലും ഒരാൾ നിർത്താൻ ഇറങ്ങണ്ടേ? ആരും ഇറങ്ങണമില്ല. അപ്പം എന്താ ഉണ്ടാവുക? നാട്ടിൽ അനാചാരം അങ്ങനെ തുടരും, തൗഹീദ് ഇങ്ങനെ പറയും, ബിദ്അത്തുകൾ അങ്ങനെ, അത് ബിദ്അത്താണ്, ഇത് തൗഹീദാണ്, സ്വർഗത്തിൽ പോകണം ഇന്നതൊക്കെ വേണം, നരകത്തിൽ ഇല്ലതിനൊക്കെ പോവും എന്നൊക്കെ ഇങ്ങനെ പറയുക. നിങ്ങൾ കേൾക്കുക, നല്ല പ്രസംഗം, കുഴപ്പമില്ല അല്ലേ? നാളെയും വരട്ടെ അങ്ങനത്തെ എണ്ണം. വല്ല കാര്യമുണ്ടോ? വന്നതിന് കൂലിട്ടോ? അപ്പം എന്ത് വേണം? നമ്മൾ മാറാൻ നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ചെറിയ നിർദ്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ചെറിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിർദ്ദേശമുണ്ട്, വെക്കേണ്ട ജാതി നിർദ്ദേശം തന്നെ ഒരുപാടുണ്ട്. പക്ഷേ അതിൽ ഞാൻ ഏറ്റവും സുപ്രധാനമായി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പം നമ്മളോട് കീലു താമക്കും, നിങ്ങൾ ഭക്ഷണം അളന്നുണ്ടാക്കണം. ഭക്ഷണം ഇപ്പോൾ പുരയിൽ 5 ആളുള്ളത്, 5 ആൾക്ക് തിന്നാനല്ലാതെ ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാൾക്കും കൂടി ഉണ്ടാക്കിക്കോ. ഏറിയാൽ 7ാമതൊരാൾക്ക് അവിടെ തിന്നാൻ ആ ഭക്ഷണം ഉണ്ടാവരുത്. അതുണ്ടായാൽ കുടുംബശ്രീ വരും കൊണ്ടുപോകാൻ രാവിലെ. അത് കൊണ്ടുപോയാൽ കേരളം മാലിന്യത്തിലേക്ക് പോകും. എല്ലാ ദിവസവും ചിലവർ സുബൈ സ്കെച്ച് കഴിഞ്ഞാൽ പുരേന്ന് സുബൈക്ക് സ്കെക്കാൻ പോകുമ്പോൾ പെണ്ണുങ്ങൾ സഞ്ചിയിലാക്കി കൊടുക്കും ഇന്നലത്തെ എല്ലാ
ഇതും എവിടെയെങ്കിലും ബൈമൽ ഇട്ടാളി. ആദ്യത്തെ സൽക്കർമ്മം തന്നെ ആയിക്കോട്ടെ. സുബൈക്ക് മുമ്പുള്ള ഒരു സൽക്കർമ്മം ഇത് നടന്നോട്ടെ. ഇമാത്തത്തുൽ അദാ അനി തരീഖി സദക്ക, വഴിയിൽ നിന്ന് മാലിന്യമൊക്കെ നീക്കൽ സദക്ക എന്ന് പഠിപ്പിച്ചവനാണ് സുബൈസ് കഴിക്കാൻ പോകുമ്പോൾ ഓൻ്റെ അടുത്ത എല്ലാ മത്തിൻ്റെ കുടലും മെഞ്ഞാനത്തെ ബിരിയാണിൻ്റെ ബാക്കിയും എല്ലാം കൂടിയായിട്ട് മുമ്പ് പോകുമ്പോൾ സുബൈക്ക് പോകുമ്പോൾ ആരും ഉണ്ടാവില്ല. ഇട്ടടല്ല ഇടാ നിൽക്കരുതേ, ഓള് തന്നാടരുത്. ഓള് തന്നാലോ കീലു താമക്കും, നിങ്ങൾ അളന്നുണ്ടാക്കണം ഭക്ഷണം, ഫയുബാറക്കും, അതിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ടാവുന്ന. മനസ്സിലായി? ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ പെണ്ണുങ്ങൾ എന്താ പറയുക, ആരെങ്കിലും വന്നാലോ, മനസ്സിലായില്ലേ? ഒരു പുതിയ നമ്പറാ. ആരെങ്കിലും വന്നാൽ പഴയ മാതിരി അടുപ്പിൽ ഊതി ഉണ്ടാക്കുമെന്നല്ല, ഗ്യാസിൻ്റെ മുകളിലാണ്. ഒറ്റ 5 മിനിറ്റ് കൊണ്ട് വന്നവർക്ക് 5 മിനിറ്റ് നിൽക്കാൻ കയ്യിൽ ഒന്നും കൊടുക്കും വേണ്ട. ആരെങ്കിലും വന്നാലോ, പെട്ടെന്ന് കയറി എന്നാലോ, പെട്ടെന്ന് കയറി എന്നാൽ വരുന്നതിനെ വിവരിക്കാരാ അല്ലേ? അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഭക്ഷണം അളന്നുണ്ടാക്കാവുന്ന പഠിപ്പിച്ച നബീൻ്റെ അനുയായി ഭക്ഷണം കൊണ്ടേയിട്ടാളിന് നിങ്ങൾ ആലോചിച്ച് നോക്കി. കല്യാണത്തിനന്ന്, തക്കാരത്തിനന്ന്, ഇതിൻ്റെയൊക്കെ പേര് മുസ്ലിം എന്നാണോ? എന്താ നമ്മൾ പറഞ്ഞത്? നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കി കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുവാൻ ശ്രമിക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തഹിറു അഫ്നിയത്തക്കും, നിങ്ങൾ നിങ്ങളുടെ മുറ്റം വൃത്തിയാക്കണം. മുറ്റം സൽക്കർമ്മ, നിങ്ങളെ മുറ്റം വൃത്തിയാക്കുന്നതിന് കൂലിയുണ്ട്. എന്നിട്ട് പറയാ, ഫൈനൽ യഹൂദ ലാ തുതഹിറു അഫ്നിയതഹ, ജൂതന്മാർ അവരുടെ മുറ്റം അടിച്ചു തരൂല. നിങ്ങളുടെ മുറ്റം അടിച്ചു വാരണം. തയ്യിബു സാഹാത്തിക്കും ഫൈന അഫ്സദ സാഹാത്തി സാഹാത്തിൽ യഹൂദ്, മുറ്റം വൃത്തിയാക്കണേ, ഏറ്റവും മോശപ്പെട്ട മുറ്റം ജൂതന്മാരുടേതാണ്, നിങ്ങളുടേതാവരുത് കേട്ടോ. അങ്ങനെ ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് യുഹിബുൽ മുത്തത്തഹിരീൻ, അല്ലാഹ് വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ കാരണം. അശത്രു അത്തഹൂറു, ശുദ്ധി, വൃത്തി, ശത്രുൽ ഈമാൻ, ഈമാൻ്റെ പകുതിയാണ്. ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ പകുതി വൃത്തിയാണ്. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, വൃത്തി മുറ്റത്ത് മാത്രം പോരാ, ഈമാൻ ഉണ്ടായാലേ ഈമാൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ മുറ്റം വൃത്തിയാക്കിയാൽ പോരാ, മനസ്സ് വൃത്തിയാക്കിയാൽ പോരാ, അഅ്മാലുകൾ വൃത്തിയാക്കിയാൽ പോരാ. തഹിറുൽ അജ്സാമ തഹറക്കുമുല്ലാഹ്, നിങ്ങളുടെ ശരീരം നിങ്ങൾ എപ്പോഴും വൃത്തിയാക്കണം, അള്ളാഹു നിങ്ങളെ വൃത്തിയാക്കും. അങ്ങനെ രാത്രിയൊക്കെ വന്നാൽ ഒന്ന് കുളിച്ചാൽ വേണ്ടി, കുളിക്കാൻ തണുത്ത വെള്ളമായിരിക്കൂലേ, തണുത്ത വെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ചില്ലേ, ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം കുളിച്ചോ കേട്ടോ, അതിനൊന്നുമില്ല വിരമല്ല. കുളിച്ചൊക്കെ വൃത്തിയായിട്ട് വന്ന് കിടക്കണം അല്ലേ? നിങ്ങളെ പെണ്ണുങ്ങൾ അങ്ങനെ കിടക്കാൻ നിങ്ങൾക്ക് പൂതിയുണ്ടോ? നിങ്ങൾ പറയും എന്താ അറിയോ, ഞാൻ എന്നൊരു ഇതുമില്ല, ഞാൻ മുഖമൊക്കെ ഒന്ന് കൈ കാലൊക്കെ. ഓളങ്ങനെ വന്നാലോ, കുളിക്കണം ഇനി കുളിക്കണം. മനസ്സിലായില്ല? നിങ്ങൾ ശുദ്ധിയാവണേ, നിങ്ങളെ ശരീരം ശുദ്ധിയാക്കണം, കുളിക്കണം. കുളിച്ചാൽ അല്ല നിങ്ങളെ ശുദ്ധി വരുത്തും. മനസ്സിലായില്ല? നോക്കൂ, നിങ്ങൾ റസൂലുള്ള പറയാണ്, ഒരു മനുഷ്യൻ, ഒരു പെണ്ണ് രാത്രി കുളിച്ചു, ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി മാത്രം കിടന്നിട്ട് ഉള്ള സംയോഗവുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു വിഷയമൊന്നുമല്ല, കൂടെ കിടക്കണമെങ്കിൽ തന്നെ റസൂലുള്ള പറയാ, ഫൈനഹു ലൈസ അബ്ദുൻ യബീതു താഹിറൻ, ശുദ്ധിയോടുകൂടി കിടക്കുന്ന ഒരു മനുഷ്യൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഇല്ല ബാത്തമാഹും മലക്കുൻ, കൂടെ ഒരു മലക്കുണ്ടാവും കിടക്കുമ്പോൾ. കുളിച്ച് കിടന്നാൽ ഒരു മലക്ക് കൂടെ ഉണ്ടാവും, ഫീശാരിഹോൻ്റെ പുറപ്പ് കൂടെ കിടക്കാൻ നല്ല. എന്നിട്ട് ആ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗ്ഫിർലി അബ്ദിക, പടച്ചോനെ നിൻ്റെ ദാസൻക്ക് നീ പുറത്തു കൊടുക്കണം, ഫൈനഹു ബാത്ത താഹിറൻ, ശുദ്ധിയോടുകൂടിയാണ് പടച്ചോനെ നിൻ്റെ ദാസൻ കിടന്നുറങ്ങിയത്. കിടന്നുറങ്ങണതിന് കൂലി. അപ്പോൾ സൽക്കർമ്മം വലിയ പണിയുണ്ടോ? തൗഹീദ് ഉണ്ടായിട്ട് സൽക്കർമ്മം ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഒന്ന് രാത്രി കുളിച്ച് മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും. എന്നാ പ്രാർത്ഥിക്കട്ടെ അല്ലേ? പ്രാർത്ഥിക്കണ്ടേ? ആഗ്രഹിച്ച് കിടന്നൂടെ? പ്രാർത്ഥന കിട്ടാൻ കേട്ടോ. ഇനിയോ കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മല്ലേ, തൗഹീദുള്ള ആൾക്കാർ, അപ്പോൾ വായ ശുദ്ധീകരിക്കണം. തയ്യിബു അഫ്വാഹക്കും, വായ ശുദ്ധീകരിക്കണം കേട്ടോ. ഫൈന അഫ്വാഹക്കും തരീഖുൽ ഖുർആൻ, നിങ്ങളെ ഈ മുസ്ലിങ്ങളുടെ തൗഹീദുള്ളവൻ്റെ വായ എന്ന് പറഞ്ഞാൽ ഖുർആൻ പുറത്തേക്ക് വരേണ്ട വായാണ്. അതുകൊണ്ട് അത് എപ്പോഴും വൃത്തിയായിരിക്കണം. ഖുർആൻ പുറത്തേക്ക് വരുന്നവൻ്റെ വായി നല്ല വൃത്തിയായിരിക്കണം, എപ്പോഴും വൃത്തിയിൽ കൊണ്ടു നടക്കണം. അതിനാ നബി പറഞ്ഞത്, ലൗലാന അശുക്കല ഉമ്മത്തില അമർത്തുഹും ബിസിവാക്കി മാ കുല്ലി വുളൂഇൻ, എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ 5 നേരവും ഞാൻ ദന്തശുദ്ധീകരണത്തിന് അവരോട് കൽപ്പിക്കുമായിരുന്നു.
നമ്മളെപ്പോഴും നല്ല വൃത്തി, മനസ്സ് വൃത്തി, ശരീരം വൃത്തി, അല്ലേ? എവിടൊക്കെ ഇപ്പോൾ വൃത്തിയാ ഇല്ല? ഞാൻ വിചാരിക്കുന്നത് നിങ്ങളിപ്പോൾ കുറേ വൃത്തിയായി എന്നാ. വൃത്തിയാവില്ലേ? മനസ്സ് വൃത്തിയാവണം, മുറ്റം വൃത്തിയാവണം, വായ വൃത്തിയാവണം, അല്ലേ? എവിടൊക്കെ വൃത്തിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ, ഇല്ലേ? നമ്മളെ ചിന്ത എന്താ? പടച്ചോൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ വേണം. അതുകൊണ്ട് ആ നിലക്കുള്ള ജീവിതം നയിക്കുക. നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഇടത് കൈയിൽ കർമ്മരേഖ സ്വീകരിക്കാൻ നമുക്ക് നിർഭാഗ്യം ഉണ്ടാവരുത് കേട്ടോ. അതും കൂടി പറഞ്ഞു നിർത്താം. അങ്ങനെ നമ്മളിവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൗഹീദ് ഉണ്ട് എന്നും പറഞ്ഞ് നടന്ന് തൗഹീദും ഇല്ല. തൗഹീദ് ഉണ്ടായ സൽക്കർമ്മം വരും, തൗഹീദിൻ്റെ ഉപഫലം അത്. അതുകൊണ്ടാണ് നമ്മളെന്ത് പറയുന്ന ആൾക്കാരോട്, മുജാഹിദുകൾ ആൾക്കാരോട്, നിങ്ങൾക്ക് തൗഹീദ് ഉണ്ടായാൽ മതി, ബാക്കി വന്നോളൂ. തൗഹീദല്ല വരുന്നത് ചിലർക്ക്. അല്ലാഹ് ഏകനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പോരെ, അതുപോരാ. അത് തൗഹീദല്ല. അല്ലാഹ് അറിയും, കേൾക്കും, മനസ്സിലാക്കും, ശിക്ഷ കിട്ടും, പ്രതിഫലം കിട്ടും. ആണല്ലേ? ഏകനായ റബ്ബറിയും എല്ലാം, ഒന്നും റബ്ബറിയാത്തതില്ല. ഞാൻ പറയുന്നത് കേൾക്കും, എല്ലാം കേൾക്കുന്ന റബ്ബ്, എല്ലാം അറിയുന്ന റബ്ബ്. ആണല്ലേ? എൻ്റെ രഹസ്യ പരസ്യങ്ങളെ വിചാരണ ചെയ്യുന്ന റബ്ബ്. ആണല്ലേ? എൻ്റെ എല്ലാ വിചാര വികാരങ്ങളും അറിയുന്ന റബ്ബാണ്. അതല്ലേ തൗഹീദ്? അതൊക്കെ അറിയണ്ടേ? അതല്ലേ ഈ തൗഹീദ് പറഞ്ഞാൽ? അൽ ഇഅ്തിഖാദു ബിൽ ഖൽബ്, മനസ്സിൽ ഉറച്ച വിശ്വാസം വരണം. അൽ ഇഖ്റാറു ബിൽ ലിസാൻ, നാവ് കൊണ്ട് അത് ജനങ്ങളോട് പറയണം. വ അമലും ബിൽ ജവാരിഹ്, എൻ്റെ എല്ലാ അവയവങ്ങളും അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കണം. അപ്പോഴേ തൗഹീദ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെറുതെ എങ്ങനെ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ തൗഹീദ് ഒന്നാവില്ല. തൗഹീദിൻ്റെ സമ്പൂർണ്ണമായ വാക്യം മാത്രമായിട്ടുള്ളൂ, അല്ലേ? അത് അതിൻ്റെ ഉൾക്കനം അങ്ങോട്ട് വരണം നമ്മളെ ശരീരത്തിലേക്ക് കേട്ടോ. എന്നിട്ട് നമ്മൾ സൽക്കർമ്മനിരതനാവണം. ആവാതെ മരിച്ചാൽ നമുക്ക് കർമ്മരേഖ പരലോകത്ത് നിന്ന് കിട്ടിയ ഇടത്തെ കയ്യിലാണ്. വലത്തെ കൈ കിട്ടിയാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്ന് വായിച്ചു നോക്കി എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. ഇടത്തെ കൈ കിട്ടിയാലോ, ഫഅമ്മാമൻ നൂത്തിയ കിതാബഹു ബിശിമാലിഹി, ഇടത് കയ്യിൽ കിട്ടുമ്പോൾ അതാ അവൻ പറയുന്നു, ഫയഖൂലു യാ ലൈതനി ലം മൂത കിതാബിയാ, പടച്ചോനെ എനിക്കൊരു ഈ രേഖ വേണ്ടില്ലായിരുന്നു. ഈ രേഖ എന്തിനാണ് പടച്ചവനെ നീ എനിക്ക് സമർപ്പിച്ചത്? വേണ്ട, എനിക്ക് വേണ്ട, വായിക്കാൻ കഴിയില്ല. ഞാൻ മുതിർന്നത് മുതൽ മരിക്കുന്നത് വരെ ചെയ്ത മുഴുവൻ തെറ്റും ഇതിലെഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെനിക്ക് വായിക്കാനുള്ള കഴിവില്ല. ഭാഷ അറിയില്ല എന്നല്ല. യാലൈതനി ലമ്മൂത്ത കിതാബിയ, തരണ്ട പടച്ചോനെ എനിക്ക്, വലം മദിരിമാ ഹിസാബിയ, ഇങ്ങനൊരു വിചാരണയെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടായിരുന്നില്ല. ഉണ്ടോ? എന്നിട്ട് പറയുന്നു, യാ ലൈതഹാ കാനത്തിൽ ഖാലിയാ, പടച്ചോനെ എന്നെ മരിക്കുമ്പോൾ തന്നെ വേണ്ട വിധം നീ എന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ട വിധം ശിക്ഷ നീ നൽകിയിട്ടുണ്ട്. അതോടുകൂടി അവസാനിപ്പിക്കാമായിരുന്നില്ലേ? എൻ്റെ അകത്തോട്ടെടുത്ത ശ്വാസം എനിക്ക് പുറത്തേക്ക് വിടാൻ കഴിയാതെ ഞാൻ പിടഞ്ഞിട്ടാണ് പടച്ചവനെ, പിടഞ്ഞിട്ടാണ് പിരിഞ്ഞു പോന്നത്. അങ്ങനെ പിരിഞ്ഞ ആ വേദന കൊണ്ട് എന്നെ നിനക്ക് അവസാനിപ്പിക്കാമായിരുന്നില്ലേ? ഇനിയും വേണോ പടച്ചവനെ എനിക്ക് ശിക്ഷ? മരണത്തിൻ്റെ സമയത്ത് അവൻ വേദനിച്ചു കൊണ്ട് പറയുന്നു, യാ ലൈതഹാ കാനത്തിൽ ഖാലിയാ, തീർന്നില്ല, മാ അഗ്നാ അന്നീ മാലിയാ, പടച്ചവനെ ദുനിയാവിൽ വെച്ച് ആർക്ക് വേണമെങ്കിലും ഏറ്റാൻ മാത്രം സമ്പത്ത് ഞാൻ ദുനിയാവിൽ സമ്പാദിച്ചു. അതാണ് ഈ ദുനിയാവിൻ്റെ ലക്ഷ്യമെന്ന് വിചാരിച്ച് രാപ്പകലില്ലാതെ ഓരോ നിമിഷങ്ങളും പണമാക്കി മാറ്റി പടച്ചവനെ. മരിച്ചു പിരിയുമ്പോൾ കോടികളാണ് പടച്ചവനെ ബാങ്കിലുള്ളത്, കോടികളാണ് പടച്ചവനെ അലമാരിയിലുള്ളത്. ഒരുപാട് ഭൂസ്വത്തൻ്റെ കയ്യിലുണ്ടായിരുന്നു. മാ അഗ്നാ അന്നീ മാലിയാ, ഈ ധനമൊന്നും പടച്ചവനെ നരകത്തിലേക്ക് പോകുന്നതിൽ നിന്ന് എന്നെ തടുക്കുന്നില്ലല്ലോ. തീർന്നില്ല, ഇത്രയും പണമുണ്ടായപ്പോഴേക്കും ഹലക്ക അന്നീ സുൽത്താനിയ, ഒരുപാട് അധികാരങ്ങൾ ആളുകൾ എനിക്ക് ഏൽപ്പിച്ചിരുന്നു. എന്നെ MLA ആക്കി, എന്നെ മന്ത്രിയാക്കി. പണം ഉണ്ടായാൽ പിന്നെ അതൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലേ? എന്നെ പ്രസിഡൻ്റാക്കി. പലതിൻ്റെയും എൻ്റെ എല്ലാ അധികാരങ്ങളും ഞാൻ പറഞ്ഞാൽ തുള്ളാൻ ആയിരങ്ങളുണ്ടായിരുന്നു. എൻ്റെ ചെറുവിരൽ അനക്കിയാൽ ആ അനക്കത്തിൻ്റെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരുപാട് ആളുകൾ എൻ്റെ പിന്നാലെ കൂടിയിരുന്നു പടച്ചോനെ.
ഇതൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഹലക്കനി സുൽത്താനിയ, എൻ്റെ അധികാരങ്ങളൊക്കെ പടച്ചോനെ തീർന്നല്ലോ, പണം കൊണ്ടുള്ള ഫലം പോയല്ലോ. ഈ ഒരു വിലാപം വേണോ ഞമ്മക്ക്? വേണ്ട, തീർന്നില്ല. അള്ളാഹു പറയുന്നു, ഇങ്ങനെ നിന്നിട്ട് വിലപിച്ച് വയല് പറയുന്ന ഈ മനുഷ്യനോട് ഒന്നും ഉണ്ടാക്കാണ്ട പിരണ്ടട്ടോ, കുടുങ്ങിപ്പോട്ടോ. ഇത് നമ്മൾ ഈ CD ടവറും ഇതൊക്കെ ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ടാക്കി തന്നിട്ട് നമ്മൾ ഈ കുത്തിരിക്കുക അല്ലേ? നമ്മളെ മുൻഗാമികളും ഇപ്പോഴുള്ളവരെല്ലാം കൂടി പൈസ എടുത്തിട്ട് നമുക്ക് വേണ്ടി ഉണ്ടായി തന്നതാണ്. ഈ ഇങ്ങനൊരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത് ഈ KNMൻ്റെ കീഴിൽ സംഘടിപ്പിച്ച് സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ നല്ല ജനങ്ങൾ വളരട്ടെ വെച്ചിട്ടാണ് അല്ലേ? അതിനു വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഈ സമയം സ്പെൻഡ് ചെയ്തത് അല്ലേ? ഇതൊന്നും പരലോകത്തേക്ക് റബ്ബിൻ്റെ കോടതിയിലേക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ സ്ഥിതി അല്ലേ? നമ്മളെപ്പോലത്തെ പാപികൾ ഇനി വേറെ ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കുക. പണത്തിൻ്റെ ഉപകാരം തീർന്നു, അധികാരത്തിൻ്റെ സ്വാധീനം കഴിഞ്ഞു. അത് പറയുമ്പോൾ അല്ലാഹ് പറയുന്നു മലക്കുകളോട്, ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു, അവനെ പിടിച്ച് കഴുത്തിലാമം വെച്ച് നരകത്തിലേക്ക് എറിയണം. വയല് പറയാൻ അവസരം കൊടുക്കണ്ട. നമ്മൾ നിന്ന് പറയാണ്, പടച്ചോനെ അതിനാക്കാമായിരുന്നില്ലേ, ഇങ്ങനെ ആക്കാമായിരുന്നില്ലേ, പിടിയടാ ഓനേനാ മലക്കുകൾക്ക് കൊടുക്കുന്ന ഓർഡർ. വെറുതെ വെറുമ്പർത്താനം പറഞ്ഞ് നിൽക്കണ്ട കേട്ടോ. അത് കഴിഞ്ഞ ദിവസം ആ ശീലിക്കുക, പിന്നെ മുണ്ടാമ്മയ്ക്കൂല, പിന്നെ എല്ലാത്തിനും പിടിച്ചാട്ടേക്കും. എന്നിട്ടല്ല പറയാണ്, അതിന് കാരണം പറഞ്ഞപ്പം അതും പറഞ്ഞു. ഈ നരകത്തിലേക്ക് ഇടുമ്പം സുമ്മ ഫീ സിൽസിലത്തിൻ 70 മുഴയുള്ള ചങ്ങൽമേൽ ഇട്ടാൽ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പൊന്തിച്ച് നോക്കണം. നിങ്ങൾ മീൻ കുടുങ്ങിയോ നോക്കല്ലേ ചൂണ്ടറിനോല്, അതിമ തന്നെ ഉണ്ടോ നോക്കാനേ പൊന്തിച്ച് നോക്കണം. 70 മുഴം നീളമുള്ള ചങ്ങലമലാണ് ബന്ധിച്ച് നരകത്തിലേക്ക് ഇടുക. പോണോ? വേണ്ടല്ലോ. ഒന്ന് സങ്കടപ്പെട്ടോട്ടെ മനസ്സ് അല്ലേ? ഒരുപാട് നമ്മൾ സന്തോഷിക്കാറുണ്ട്. ഒരല്പം നേരം അല്ലേ അള്ളാൻ്റെ മാർഗത്തിൽ നമ്മളെ മനസ്സൊന്ന് തളച്ചിട്ട് നോക്കി. അപ്പം അള്ളാഹു അവനോട് പറയുന്നു, എൻ്റെ സ്ഥിതി ഇതിന് കാരണം എന്താ അറിയോ? നീ ഒന്ന് അറിയണം. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, മഹോന്നതനായ റബ്ബിൽ നീ വിശ്വാസമർപ്പിച്ചില്ല, തൗഹീദ് നിനക്കില്ല. കാരണം എന്താ? തൗഹീദ് നിനക്കില്ല. തൗഹീദ് ഇല്ലാതെ മാത്രമല്ല, വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ മുതിർന്നില്ല. തൗഹീദ് നിനക്കില്ല, സൽക്കർമ്മം നിനക്കില്ല എന്ന് മാത്രമല്ല, വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, തമ്മാടികളായ ആളുകൾ തമ്മാടിത്തം ചെയ്യുമ്പോൾ അക്കൂട്ടത്തിൽ കൂടി തമ്മാടിത്തം ചെയ്യായിരുന്നു നമ്മൾ അല്ലേ? അപ്പം അതുകൊണ്ട് ഇവൻ പറയുന്നു, ഞാൻ എന്താ ചെയ്തത്? തമ്മാടിത്തം ചെയ്യുമ്പം തമ്മാടികളുടെ കൂടെ കൂടി തമ്മാടിത്തം ചെയ്തതാണ് നമ്മൾ. അതാ നമ്മളൊക്കെ നല്ലപോലെ കൂടി കൂടിയാൽ, പള്ളിക്ക് പോണ കൂടി കൂടിയാൽ നമ്മൾ പള്ളിക്കലാ അല്ലേ? ഡാൻസ് കളിക്കുന്ന കൂടി കൂടിയാലോ? ഡാൻസ് കളിക്കുന്ന ഡാൻസ് എപ്പോഴും നിസ്കാരം വെയിറ്റ് നടന്നാലും ശരിയാവുമോ? ശരിയാവില്ല അല്ലേ? കുറച്ചൊക്കെ ഇത് വേണ്ടേ? ആ വേണം. അത് തന്നെയാണ് അള്ളാഹ് പറയുന്നത്, ഇത് വേണം. അന്നങ്ങോട്ട് പോയി കൊണ്ടുവരല്ലോ. അപ്പം അള്ളാഹ് പറയും, കുറച്ചൊക്കെ ഒരു ഇത് വേണ്ട എനിക്ക്, അത് തരാ. തോന്നിയാസം ചെയ്യുക. എന്നിട്ട് പറയുക, എപ്പോഴും ഇപ്പം മനുഷ്യർക്ക് നല്ല ചെയ്യാൻ പറ്റൂ, കുറച്ചൊക്കെ നമ്മൾ ഹാപ്പി ആവുന്നുണ്ട്. ഹാപ്പി എന്നാൽ എനിക്ക് ഹാപ്പി ആവുമോ? ഇല്ല. ഒരു മനുഷ്യർക്ക് ഇവിടെ ദുനിയാവിൽ ഹാപ്പി ഇല്ല, വിചാരിക്കും വേണ്ട. വലിയ ഹാപ്പി ആയിട്ട് ചിലവർ ട്രിപ്പ് പോവും കുടുംബസമേതം. അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ ഭാര്യ നാരക തൊലിച്ച് പിയാപ്പിൾക്ക് കൊടുക്കണ്, ചുക്കപ്പം എടുത്ത് കൊടുക്കണ്, ചിപ്സ് എടുത്ത് കൊടുക്കണ്. ഇങ്ങോട്ട് വരുമ്പോഴോ എന്താ എനിക്ക് ഒന്നുമില്ല, എനിക്കെന്താ കുത്തിരിക്കാൻ പാടില്ലേ? അങ്ങോട്ട് പോകുമ്പോൾ ചുക്കപ്പൊക്കെ തരുന്നു, നാരങ്ങ പൊളിച്ച് തരുന്നു, എവിടെയെങ്കിലും നമുക്ക് വിരിച്ച് ചോറ് കഴിക്കുക എന്ന് പറയുന്നത്, അയക്കോറ പൊരിച്ചതിൻ്റെ ചട്ടി എടുക്കണ്, ഇതൊക്കെ എടുത്ത് കാട്ടിൽ വെച്ച് മുണ്ടൊക്കെ വിരിച്ച് സന്തോഷിക്കുക. ഹാപ്പി ഹാപ്പി. ഇതൊക്കെ ചെയ്ത ഈ തിന്ന് അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് മടങ്ങുമ്പോൾ എല്ലാവരും മോന്ത. എന്താ എനിക്ക് ഒന്നുമില്ലാന്ന് വെറുതെ വിട്ടുകൂടി വണ്ടി അല്ല. എന്നാലും എന്താണ് ഇനി ഒന്നുമില്ല, ഇനിയിപ്പോൾ പോയിട്ട് വയമാതിരി തന്നെ പിന്നെ ഒന്നാൻ വേണ്ട ഒരു കാര്യം ചെയ്തോ, അവിടെ വിരിച്ച് കുത്തുന്നോ
ഇതാണ് സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നീർക്കുമിള പോലെ. മഴ പെയ്യുമ്പോൾ കുമിളുണ്ടാവുമല്ലോ, ആ കുമിളക്ക് എത്ര ആയുസ്? എത്ര? ഞാനൊരു സത്യം പറഞ്ഞു തരട്ടെങ്കിൽ, ഇതുവരെ പറഞ്ഞ അസത്യം എന്നല്ല, ഒരു സത്യം പറഞ്ഞു തരട്ടെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ള തന്നത് എത്ര അറിയോ? 10% സുഖവും 90% ദുഃഖമാണ്. ഈ 90% ദുഃഖത്തെ 10% സുഖം കൊണ്ട് തടുകാനും തടവാനും കഴിഞ്ഞോൻ വിജയിച്ചു. കേട്ടോ, നല്ല വാക്കല്ലേ? 10% സുഖമുള്ളൂ കേട്ടോ, ഈ 90% ദുഃഖ ആണോ അല്ലേ? നിങ്ങളൊന്ന് വിലയിരുത്തിക്കായി. ആർക്കും ഇതിൽ കോടീശ്വരനും സാധാരണക്കാരനും പാവപ്പെട്ടവനും എല്ലാവർക്കും, കോടീശ്വരനും 10% കൊടുത്തിട്ടുള്ളൂ, 10% കൊണ്ടോന് ശരിയായി പോയിക്കൊള്ളണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ യാത്ര ഈമാൻ മാറോടണച്ച് പിടിച്ച് പരമാവധി സൽക്കർമ്മനിരതനായി ജീവിച്ച് എവിടൊക്കെ സൽക്കർമ്മം ചെയ്യാൻ കഴിയും. എന്തെല്ലാം വിഷമഘട്ടത്തിലും നമ്മളിങ്ങനെ ഒരുപാട് വിഷമത്തിലായിരിക്കും, ആ സമയത്തും നമ്മളോടത്ത് ഒരാൾ വന്നിട്ട് പറയും, നിങ്ങളൊന്നും അവരോട് പറയുമോ? തീർച്ചയായിട്ടും നിങ്ങൾ വരാറാണ്ട, നമ്മൾ ചെയ്തിട്ടുണ്ടാവും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. തൻ്റെ സഹോദരനെ സഹായിക്കും കാലം അള്ളാഹു നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. എന്ത് പ്രയാസമുണ്ടാകും, ഇപ്പോൾ ചിലപ്പോൾ ഒരു പ്രയാസം തരും, വേറൊരു സന്തോഷം അതിന് പകരം തരും. കണ്ടില്ലേ നിങ്ങൾ? അത് അള്ളാൻ്റെ ഒരു പണിയാണ്. നിങ്ങൾ വലിയൊരു അപകടത്തിൽപ്പെട്ടുണ്ടാവും, ആ അപകടത്തിന് വേറൊരു ചെറിയ ഇത് പ്രോത്സാഹന സമ്മാനം കേട്ടോ. പിന്നെ ഇതൊക്കെ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ 90% ദുഃഖം ഉണ്ട് പറഞ്ഞല്ലോ, അതൊക്കെ നിങ്ങൾ സന്തോഷമാക്കി മാറ്റണം. അതിനറിയോ? അതെങ്ങനെ മാറ്റുക അറിയോ? 90% ദുഃഖത്തെ സന്തോഷമാക്കൽ എങ്ങനെ അറിയോ? പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, അഷദ്ദുൽ ബലാ അൽ അംബിയ, ഏറ്റവും വലിയ പരീക്ഷണം കൊടുക്കുക അമ്പിയാക്കന്മാർക്ക്. സുമ്മൽ അംസൽ, പിന്നെ അതിനോടടുത്ത് തൗഹീദും ഈമാനുള്ളവർക്ക്. അപ്പം നമുക്ക് പരീക്ഷണം വരുമ്പോൾ ആയിക്കോട്ടെ, 2 കൈ നീട്ടി വാങ്ങാം, ഒരു പ്രയാസമില്ല കേട്ടോ. പിന്നെ ഒരു പ്രയാസം വന്നാൽ ഒരിക്കലും നിങ്ങൾ ഇത് പറയരുത്, എന്ത് ലൗകാന, അങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ല ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ, അത് മാത്രം പറയരുത്. കാരണം കുൽ ഖദ്ദർ അല്ലാഹ്, അത് അള്ളാൻ്റെ വിധിയാണ്. പല അപകടം വരും. ചിലവർ പറയും എന്താ അറിയോ? അയാൾ ചായ കുടിച്ചു പോയിരുന്നെങ്കിൽ ആ ബസ് കയറൂലേ, ഇനി മരിക്കൂലേ, പറയരുത്. അല്ലെങ്കിൽ ചിലവർ പറയും എന്താ അറിയോ? നമ്മളിവിടെ നോക്കി നിൽക്കുമ്പോൾ, അപ്പം 3 കുട്ടികൾ കഴിഞ്ഞ ദിവസറ്റം മയ്യത്ത് ഒരേ വീട്ടിൽ നിന്ന് 12, 13, 14 വയസ്സുകൾ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ ഇതൊക്കെ ഖദ്ദർ അല്ലാഹ്, അള്ളാൻ്റെ വിധിയാണ്. ആ വീട്ടിൽ ഇനി ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും കൊടുത്തിട്ട് ഈ 3 കുട്ടികളുടെ മയ്യത്തോടെ കൊടുന്ന് വെച്ച വീട്ടിലെ സ്ഥിതി ആലോചിച്ച് നോക്കിങ്ങൾ, ഇത്ര പ്രയാസം ഉണ്ടാവും അല്ലേ? കഴിഞ്ഞ പെരുന്നാളിൻ്റെ അന്ന് ഇവിടെ ഒരാളെ കൊന്നു, 2 കുട്ടികൾ, ഒരു സിനിമക്ക് പോയ ഒരു കേസിൽ, ഹാപ്പി മാളിലറ്റം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ കുട്ടികളുടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സന്തോഷം എന്തുണ്ടാവും? പെരുന്നാൾ ദിവസം ഓലിപ്പോൾ ജയിലിലാണല്ലോ, ഒരാളെ കൊന്ന കൊലപാതകയില്ലേ. നിങ്ങൾ എത്ര നന്മ ഉണ്ടായാലും ആ ഉമ്മാക്കും ബാപ്പാക്കും എന്താ സ്ഥിതി? ഇപ്പം മക്കളൊന്ന് കാണണമെങ്കിൽ ജയിലിൽ പോയി ഒപ്പിട്ട് കൊടുത്തിട്ട് കാണേണ്ട ഗതികേടാ മാതാപിതാക്കൾക്കുള്ളത്. കുൽ ഖദ്ദർ അല്ലാഹ്. ആ കുട്ടികൾ കൊല്ലാൻ വിചാരിച്ചൊന്നും ചെയ്തൊന്നായിരിക്കില്ല. ഈ യൗവനത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ദീനില്ലാത്ത യൗവനാവുമ്പോൾ എന്താ പറഞ്ഞ് ഒറ്റ കുത്തെന്ന് പറഞ്ഞാൽ ഓനെ, കാരണം കരാട്ടാണ്, അപ്പോൾ ഒന്നാണ്ട് കൊടുക്കും. കരാട്ട കൊടുത്ത് ഓൻ തീർന്ന് ഓൻ ജയിലിലായി. ഓൻ വിചാരിച്ചില്ല അത് തീർന്നും പോയി, ഓൻ ജയിലിലുമായി. ഇപ്പം അമ്മയും ബാപ്പയും ഒപ്പിട്ട് മക്കളെ കാണേണ്ട ഗതികേടിലാണ്. അപ്പോൾ ഓലെ ആരെങ്കിലും പറയാണ്, അവിടെ ഓൻ അന്ന് സിനിമക്ക് പോയിട്ടില്ലായിരുന്നെങ്കിൽ, സിനിമക്ക് പോകാൻ പാടില്ല എന്നുള്ളതൊക്കെ അല്ല വിഷയം, അതിന് പോയില്ലായിരുന്നെങ്കിൽ എന്നുള്ള പദം നമ്മൾ പറയാൻ പാടില്ല. കുൽ പറഞ്ഞേക്ക് ഖദ്ദർ അല്ലാഹ്, അള്ളാൻ്റെ വിധിയ കേട്ടോ. എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും 90% ഉണ്ടല്ലോ, അതിലൊക്കെ കുൽ ഖദ്ദർ അല്ലാഹ്, അള്ളാൻ്റെ വിധിയ. അങ്ങനെല്ലായിരുന്നു ഇങ്ങനെല്ലായിരുന്നു വർത്താനം പറയരുത്. അത് ഈ മൂമിൻ്റെ വർത്താനമല്ല, അത് ഈമാൻ ഇല്ലാത്തവൻ്റെ അള്ള എന്താണെന്ന് അറിയാത്തവൻ്റെ വർത്താനാണ് കേട്ടോ. അതുകൊണ്ട് പറയരുത്. ഓക്കെ. ഇപ്പോൾ കല്യാണം കഴിച്ച നിങ്ങൾക്കൊരു അഭിപ്രായമില്ലേ? ഇപ്പോഴാണ് കെട്ടുന്നതെങ്കിൽ ഇതിനേക്കാൾ കുറച്ച് പൈസ ഉള്ള കെട്ടി ചിലപ്പോൾ തോന്നും, അന്ന് കെട്ടിയതുകൊണ്ടാണ് അതൊക്കെ ആയത്. അങ്ങനെ പറയണ്ട, അതൊക്കെ ഖദ്ദർ അല്ലാഹ് കേട്ടോ. ചിലവർ 3000 റുപ്യ ഉള്ള അമയത്താ പെണ്ണ് കിട്ടും, ഇപ്പം 3 ലക്ഷം റുപ്യ ഉണ്ടാവും, അപ്പം അതിനനുസരിച്ച് കിട്ടും കേട്ടോ. അപ്പം പറയും റസൂല് 4 കെട്ടിയില്ലേ. ഇതൊക്കെ റസൂൽ മിൽക്കാണ് വെക്കുക. റസൂല് പെണ്ണ് കെട്ടിയതും നമ്മൾ പെണ്ണ് കെട്ടുന്നതും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളെ റസൂലുള്ളാൻ പെണ്ണ് കെട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, വയസ്സത്തിയാളെ നോക്കിയാൽ കെട്ടുന്നുണ്ട്. നമ്മൾ തൈക്കളവി എല്ലാം നോക്കുമോ? ഇല്ല, നമ്മൾ നോക്കുന്നത് ചെറിയതാ. ഇപ്പം ചിലവർ പറഞ്ഞത് അറിയോ,
വികലാംഗയാണ് കാരണം. ഇപ്പം എന്താ വികലാംഗ ചോദിച്ചു, ചെറിയ വിരലില്ല. വികലാംഗക്ക് ചെറിയ വിരലില്ല, എന്താ ചെയ്യുക? ചുരുക്കത്തിൽ ഈ ഇരിക്കണ ചിരിക്കണ നിങ്ങൾക്കുണ്ട് പൂതിയില്ലായിട്ടല്ല കെട്ടാത്തത്, അതൊക്കെ വലിയ പ്രശ്നമാണ്, അതുകൊണ്ടാണ് കെട്ടാത്തത്. ഇപ്പം ഇനിയിപ്പോൾ നമ്മളൊക്കെ മരിക്കുക എങ്ങനെ വെച്ചാൽ പരലോകത്തുനിന്ന് അള്ളാഹു എത്രയും തരുമല്ലോ, അപ്പം നോക്കാന്നുള്ളവർക്കാണ് കേട്ടോ. പരലോകത്ത് സ്വർഗത്ത് പോയെങ്കിലേ ഒക്കെ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള തൗഹീദും ബലപ്പെട്ട തൗഹീദ് ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് നിങ്ങളെ ആ മനസ്സിനൊന്ന് എന്താക്കിയതാണ്, കുടഞ്ഞിട്ട മനസ്സിനൊന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വാചകം ഉപയോഗിച്ചത്. ഞാനും തൗഹീദ് നഷ്ടപ്പെടുത്താതെ ഏത് തരത്തിൽ നമ്മളെ അടുത്ത് വന്നാലും തൗഹീദ് നഷ്ടപ്പെടുത്തരുത്, സൽക്കർമ്മനിരതമായി ജീവിക്കുക, കഴിയുന്നത്ര ഏത് സമയത്തും സൽക്കർമ്മനിരതനായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അർഹമുറാഹിമിനായ തമ്പുരാൻ അവൻ്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിച്ച് എൻ്റെ കിതാബ് വായിച്ചു നോക്കൂ എന്ന് ഓടി നടന്ന് പറയാൻ കഴിയും വിധമുള്ള തൗഹീദും സൽക്കർമ്മവും കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ മുമ്പ് പിരിഞ്ഞു പോയ നമ്മുടെ ഒരുപാട് മാതാപിതാക്കളും ഗുരുഭൂതന്മാരുമുണ്ട്. റഹ്മാനായ തമ്പുരാൻ മഹത്തായ മഹലായ ഫഅലുകൊണ്ട് അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ സ്വർഗ്ഗത്തോപ്പിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ സാലിഹായ നല്ല മനസ്സിലെ ചിന്തകളും മോഹങ്ങളും അള്ളാഹു നമുക്കെല്ലാം സഫലീകരിച്ച് തരുമാറാകട്ടെ. പടച്ച തമ്പുരാൻ്റെ കോടതിയിലേക്കുള്ള മരണത്തിൻ്റെ അവസാനത്തെ വേളയിൽ അള്ളാഹു സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.